عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا فادركنا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله. صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم: من أراد واعظا فالموت يكفيه. صدق رسوله الكريم. സാന്ദർഭികവും അർത്ഥഗാംഭീര്യവുമായ ലളിത മനോഹര സുന്ദര വാക്കുകൾ കൊണ്ട് വേദിയെ ഉദ്ഘാടനം ചെയ്ത് ആത്മീയമായി സജീവമാക്കിയ സമാദരണീയനായ സയ്യിദ് അഹമ്മദ് കോയത്തങ്ങൾ ഈ വേദി എന്താണ്, എന്തിനാണ്, എന്തിനായിരിക്കണം എന്നതൊക്കെ പണ്ഡിതോചിതമായി പരിചയപ്പെടുത്തിയ ബഹുമാന്യനായ മഹല്ല് ഖത്തീബ് അബ്ദുൽ അസീസ് അൽ ഖാസിമി, നമുക്കേറ്റവും പ്രിയപ്പെട്ട പ്രാസ്ഥാനികമായ ചലനങ്ങളിലൊക്കെ ചെറുപ്പക്കാരനെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയങ്കരനായ മമ്മിക്ക, എൻ്റെ പ്രിയ സുഹൃത്തും ഈ പരിപാടിക്ക് എന്നെ ക്ഷണിക്കുകയും നിർബന്ധിക്കുകയും ചെയ്ത് ഞാനിവിടെ എത്താൻ ഭൗതിക കാരണക്കാരനായ നമുക്കേറ്റവും പ്രിയങ്കരനായ ബഹുമാന്യനായ ഷഹീർ ദേശമംഗലം, സ്റ്റേജിൽ ഞാൻ പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ മഹല്ലിലെ വളരെ പ്രിയങ്കരം ബഹുമാന്യരുമായ കാരണവന്മാർ, വളരെ ചുരുങ്ങിയ വീടുകളുള്ള ഈ കുഗ്രാമത്തിൽ നിന്ന് പടച്ചവന്റെ പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ട് ഈ പ്രവിശാലമായ സദസ്സിൽ ഉള്ളടത്തിയിരുന്ന് അതപോടെ വാള് കേൾക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗീയ സംഗമത്തിനുള്ള കാരണമായി നമ്മിൽ നിന്ന് അംഗീകരിക്കട്ടെ. ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷം. ചിട്ടയുള്ള ഒരുപാട് ആളുകൾ തൊപ്പിയുമിട്ട് എഴുത്തിക്കാഫിൻ നിയ്യത്തോടു കൂടി വാങ്കിന്റെ മുമ്പ് തന്നെ പ്രായമുള്ള ആളുകൾ പള്ളിയിൽ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം. അവരൊക്കെ ഈ സദസ്സിലുമുണ്ട്. അതുകൊണ്ട് ഇത് ദുആക്ക് ഇജാബത്തുള്ളൊരു സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമവും സംസാരവും ഇനിവിടെ നടക്കാൻ പോകുന്ന എല്ലാ അമലുകളും
ബഹുമാനപ്പെട്ട മഹല്ല് ഖത്തീബും തങ്ങളിപ്പാപ്പയൊക്കെ പറഞ്ഞതുപോലെ കേവലമായ ഇരിക്കൽ, പറയൽ, കൂടൽ, പിരിയൽ എന്നതിലപ്പുറം ഈ ഇരുത്തം നാളെ സ്വർഗത്തിലിരിക്കാൻ കാരണമായിരിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇരുത്തത്തിൽ നിന്നും, ജീവിതത്തിൽ നിന്നും, സംസാരത്തിൽ നിന്നും, സംഭാഷണത്തിൽ നിന്നും, സഹവാസത്തിൽ നിന്നും, സന്തോഷത്തിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞ് ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, കൂട്ടില്ല, നാടില്ല, ആരാരുമില്ലാത്ത ഏകാന്തതയുടെ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കബറാകുന്ന മണ്ണറയിലേക്ക് കേവലമായ തുണിയിൽ പൊതിയപ്പെട്ടവരായി നാം താഴുമ്പോൾ സർവശക്തനായ, സർവജ്ഞനായ, സർവഗുണ സമ്പൂർണനായ പടച്ച തമ്പുരാൻ മണ്ണിന്റെ അടിയിൽ വെച്ചുകൊണ്ട് മുത്തഖീങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും പാരിതോഷികങ്ങളും സംഭാവനയും സന്തോഷവുമൊക്കെ അള്ളാഹു നമുക്ക് ഖബറിൽ നൽകട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയാം. അള്ളാഹു നമുക്ക് ഖബറിൽ നൽകട്ടെ. ഇത് വോട്ട് പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഇലക്ഷന് വേണ്ടി ഒരുമിച്ച് കൂടിയതല്ല. ഇതിൽ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പരിപാടിയാണ്. ജനാധിപത്യ വിശ്വാസികളെ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രഭാഷണമാണ് ഈ ഭൂമി ലോകത്തെ ഏറ്റവും ഉന്നതമായ വാക്കുകൾ. അതാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന ആയത്തിന്റെ ഒരുപാട് പൊരുളുകളിൽ ഒരു പൊരുൾ അതാണ്. ഈ ലോകത്ത് എപ്പോഴും ദഅവത്ത് നടക്കണം. ഇത് ദഅവത്തിന്റെ ഒരു ഭാഗമാണ്. ഈ ലോകത്ത് എല്ലാ സമയത്തും നിലനിൽക്കുന്ന ഒരു ഇബാദത്ത് അത് ദഅവത്താണ്. ഇനി നമ്മളൊക്കെ വഅള് അങ്ങോട്ട് നിർത്തിയെന്ന് കൂട്ടുക. ഞാനും വഅള് പറഞ്ഞില്ല, നമ്മളാരും വഅള് പറഞ്ഞില്ല. നിലവിൽ പ്രഭാഷണം നടത്തുന്ന ആളുകളൊക്കെ പ്രഭാഷണം വേണ്ടാന്ന് കൊണ്ട് തീരുമാനിച്ചു കൂട്ടുക. എന്നാലും ദഅവത്ത് ഇവിടെ എല്ലാ സെക്കൻഡും നടക്കും. ഏതാണ് ദഅവത്ത്? വാങ്ക്, അത് വലിയ ദഅവത്താണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവിനെ കുറിച്ച് വിളംബരം ചെയ്യാത്തൊരു സെക്കൻഡ് ഈ പ്രപഞ്ചത്തിലില്ല. അത് വലിയ ദഅവത്താണ്. കാരണം ഈ ലോകത്ത് എപ്പോഴും നിലനിൽക്കേണ്ട ഒരു ഇബാദത്ത് അത് ദഅവത്താണ്. അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ സുഹൃതമാണ്, നന്മയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഖബർ മുതൽ തുടങ്ങുന്ന അനശ്വരമായ പരലോകത്ത് രക്ഷപ്പെടാൻ 3 ഘടകങ്ങൾ അത്യാവശ്യമാണ്. 1 ഈമാൻ, 2 അമലുൻ സാലിഹ്, 3 ദഅവത്ത്, അംറും ബിൽ മഅറൂഫ് വനഹീൻ അനിൽ മുൻകർ. ഒരാള് നല്ല ഈമാൻ ഉണ്ട്, വിശ്വാസമൊക്കെ ദാർഢ്യമാണ്, കുറച്ചൊക്കെ അമലുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ അംറും ബിൽ മഅറൂഫ് വനഹീൻ അനിൽ മുൻകർ ഇതിന് താല്പര്യമില്ലെങ്കിൽ അവൻ തിന്മയുടെ താക്കോലാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. തിന്മയുടെ താക്കോല. നാളെ ഒരുപാട് ആളുകൾ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് വിറകുകൊള്ളികളായി വലിച്ചെറിയപ്പെടുമ്പോ അതിന് കാരണം അവർ ദഅവത്തിൽ നിന്ന് പിന്മാറിയതാ. മഹാനായ നബിയുല്ലാഹി യൂശഅ അലൈഹിസ്സലാം, യൂശഅ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, യൂശഅ, നിങ്ങളുടെ നാട്ടിൽ നിന്ന് 1,00,000 ആളുകളെ ഞാൻ നാളെ ചാമ്പലാക്കാൻ കരുതിയിരിക്കുന്നു. നിങ്ങളമ്മ കളിച്ചോണ്ടിരിക്കല്ലേ, ഒന്ന് സൗണ്ട് കൂട്ടിട്ട് കയ്യാണ്ടെടുക്കി. യൂശഅ, നാളെ 1,00,000 ആളുകളെ നമ്മൾ അദാബിലാക്കാൻ, ശ്രദ്ധിക്കണേ, നമ്മൾ അദാബിലാക്കാൻ വേണ്ടി ഞാൻ ഓനോട് പറഞ്ഞല്ല, നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങളോട് പറയണ. ഓനും ഞാനുള്ള ഞങ്ങൾ വിലയിക്കൊള്ളാം. ചിലത് ആൾക്കാർ വേറെ ഒന്നും കേൾക്കൂല, ഓപ്പറേറ്ററോട് പറഞ്ഞ കേൾക്കും. അങ്ങനെയാണ്.
അങ്ങനെയുണ്ട് ചിലവർ. പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുക്കണമെന്നും ആൾക്കാർ കേൾക്കൂല, കൊടുക്കാത്ത വാങ്ക് കേൾക്കും പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുത്ത ആൾക്കാർ കേൾക്കൂല, കൊടുത്തിട്ടില്ല ഞങ്ങൾ കേൾക്കും. എന്നാ വാങ്ക് കൊടുത്തില്ലേ എല്ലാവരും കൂടി ജമാഅത്തിന് കയറിയൊരു മുക്കറിനെ ചീത്ത അറിയാൻ. നേരത്തെ കൊടുത്തിക്കണ അത് കേട്ടിട്ടില്ല. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. ഏതോ ഒരു സ്ഥലത്ത് മുക്കറി 3 മണിക്ക് എണീച്ചിട്ട് ഊറുവാൻ കൊടുത്തു പറഞ്ഞു. ആൾക്കാരൊക്കെ കൂടി മടിയും പമ്പൊക്കെ എടുത്ത് ഓടിയെന്നപ്പോൾ ഇയാൾ പറഞ്ഞാലോ, ഞാൻ സമയത്ത് കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞില്ല, അപ്പോൾ സമയം തെറ്റിച്ചാണ്, ഞാൻ എല്ലാവരും നിന്നോടി ലോറിസ്കരിക്കാറിഞ്ഞ എന്ന് പറഞ്ഞാലും ഓപ്പറേറ്ററോട് പറഞ്ഞൊക്കെ ചിലവരിങ്ങനെ കാണാൻ പഠിച്ചു വെക്കും. നേരിട്ട് പറഞ്ഞൊന്നും ഓർമ്മയുണ്ടാവില്ല. അത് ഞങ്ങളെ മേലേക്കോളാം, നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണം. നിങ്ങളോട് പറഞ്ഞാൽ ഞാനും ഉൾക്കൊള്ളണം, നിങ്ങൾ ഉൾക്കൊള്ളണം. ഇത് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ എറിഞ്ഞു തരല്ല, ഇത് എനിക്കിങ്ങനെ എറിയണം. അത് നിങ്ങൾക്ക് മണി എടുക്കാമെന്ന് മാത്രം. ഞാൻ എല്ലാ ദിവസവും റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് വാല് അറിയാൻ നിയ്യത്ത് ചെയ്തിട്ട് ഇറങ്ങുന്ന ആളാണ്. കാരണം നിങ്ങളെ നന്നാക്കാൻ മാത്രം ഞാൻ മുന്തിയവനല്ല. അത് മൈക്കിട്ടുമ്പോൾ കുറച്ച് ഉറക്കം പറയും, അത് കേട്ട അങ്ങൾക്കും വേണമെങ്കിൽ മരുന്ന് കുടിക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹു താല നമ്മളൊക്കെ നന്നാക്കി തട്ടെ. ഇന്നിപ്പോൾ വാല് എന്ന് പറഞ്ഞാൽ ഈ ചുണ്ടുമെന്ന് ചവിട്ട് കഴിക്കണത്, അതാണ് ഇപ്പോൾ ആകെയുള്ള പ്രശ്നം. അങ്ങനെ അട്ടാസിക്ക് അതിൽ കുറേ പാട്ടുണ്ടാവും, ചരിത്രം ഉണ്ടാവും. അത് ഉഷാറായോ? ഒക്കെ കഴിഞ്ഞിട്ട് 50,000 രൂപ ബാക്കിയല്ലേ എന്നാറ്. അതാണ് ഇപ്പോൾ ഉഷാറ്. വാല് ഉഷാറായോ? ഒരുപാട് ആൾക്കാർ നിസ്കാരം തുടങ്ങിയില്ലേ? ഈ ചർച്ചൊക്കെ ഒരു 15 കൊല്ലമായിട്ടില്ലപ്പോൾ. ആ നിസ്കാരം ഇപ്പം ഇന്നലെ വേദന പിന്നോട് എന്തേ പറഞ്ഞെന്നറിയോ? അതിന് വലിയൊരാളാ പറഞ്ഞ, അതാണ് അത്ഭുതേ. കാര്യമായിട്ട് പറയാൻ സാറേ മരണവും കബറക്കാണ്ട് ആ നരകാണ്ട് പറഞ്ഞ് വർപ്പിച്ചാളിന്ന് അറിഞ്ഞു. എന്നിട്ട് മുപ്പര് അപ്പം ഞാനെന്നാ നരകാണ്ട് പറഞ്ഞിട്ട് ആളുകൾ കൂടുതൽ കരയാനായിരിക്കും. മുപ്പര് പറഞ്ഞ് അപ്പോളേ വല്ലതും ഇങ്ങോട്ട് പോരുള്ളൂ എന്ന് അറിഞ്ഞു. അതാണ് വിഷയം. അത് ഞാൻ മുപ്പരെ മൂത്തുക്കെന്നാണ് നോക്കി. ആ നോട്ടത്തിൽ മുപ്പർക്ക് മനസ്സിലാക്കുന്നത് ഇത് നിങ്ങൾ പറയേണ്ടല്ല. അങ്ങനെ അതാണ്. എന്നാ പിരിവ് നടക്കണ്ടേ? അത് വേണം. പിരിവില്ലെങ്കിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയോ? മദ്രസ ഉണ്ടാക്കാൻ കഴിയോ? ഹൗലങ്കര വലിപ്പം കൂട്ടണ്ടേ? പക്ഷെ ഹൗലങ്കര വലിപ്പം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഒതുകൊടുക്ക ആൾ വരണ്ടേ? അല്ലാതെ വലിയൊരു ഹൗലങ്കർക്ക് 80 വയസ്സായ ഒരാളിങ്ങനെ ഒതുകൊടുത്തിട്ട് അത്തപ്പള്ളിയിൽ ഒരു മൂലക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അത്തപ്പള്ളിക്കാണ് നോക്കിയാൽ എന്താ അവസ്ഥ? വന്ന് നിസ്കരിക്കേണ്ട കുട്ടികളൊക്കെ ചെറുപ്പക്കാരൊക്കെ മിനാരത്തിൻ്റെ തായിരുന്നിട്ട് വിത്തന അറിയാം. തൊള്ളിയിൽ പലിയില്ലാത്ത പാപ്പാർ എന്നിട്ട് റുക്കവും സുജൂദും ചെയ്ത് പോവുക. പലയിടത്തുള്ളൊരു അനുഭവമാണത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയും. കാരണം എന്താ വെച്ചാൽ ഇന്നല്ലെങ്കിൽ ഇപ്പം നാളെ മരിക്കുകയാണ്. ഇപ്പം ഇന്ന് രാത്രി തന്നെ നമ്മളെല്ലാവരും മരിക്കും. ഇന്ന് രാത്രി ഈ സ്റ്റേജിലുള്ളവരും താഴെയുള്ളവരൊക്കെ മരിക്കും. അള്ളാഹു തആല നമ്മളൊക്കെ മരിപ്പിക്കട്ടെ. ആമീൻ പറഞ്ഞവർ ഇനി മര്യാദക്ക് സദക്ക വന്നുകൊണ്ട്, അല്ലെങ്കിൽ വലിയൊരു കുടുക്കയിലാണ് അപ്പോൾ ഞങ്ങൾ കുടുങ്ങിയിട്ടുള്ളത്. എന്താ തൊള്ളയെ പിടിച്ചേക്ക് ആമീൻ പറയാൻ വേണ്ടിയിട്ട്. അവിടെ ആമീൻ പറഞ്ഞവർക്ക് ഓരോരുത്തരറിയാം അതാവ് ബലാന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ സ്വതക്ക് തുറത്തുൽ ബലായ. ഞാൻ ചോദിച്ചാൽ സ്വതക്ക മര്യാദ കണ്ട് തരുവേണ്ടി. ഇന്ന് നിങ്ങളെല്ലാവരും രാത്രി മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ നാളെ ഞാൻ വയല് പറയൂല. അപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കണേ ഞാൻ തിന്ന വറ്റിൽ വല്ലതും പൊട്ടുക്കണമെന്നാണ് ഈ കാര്യം. എവിടുന്നാ ചോറ് ചെയ്യുന്നതായിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണത്. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞതേ, ഞാൻ ഇവിടെ ഇരിക്കണ്ടല്ലോ. ഇന്ന് നമ്മളെല്ലാവരും മരിക്കും എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ അതിൻ്റെ അർത്ഥം ഇന്ന് എല്ലാവരും രാത്രി ഉറങ്ങുന്നതാണ്. ഇങ്ങനെ നാമീം പറയാം അല്ലാഹു തആല നമ്മളെല്ലാവരും മരിപ്പിക്കട്ടെ. ഉറങ്ങുക എന്നാണ് ഞാൻ അർത്ഥം വെച്ചത്. അത് മരണാണ്. അല്ലാഹുല്ലദീ യതവഫാകും ബില്ലൈൽ എന്ന ഉറക്കത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്. അള്ളാഹു നിങ്ങളെ രാത്രിയിൽ വഫാത്താക്കുന്നു, അതാണ് മരണം. അന്നൗമു അഹുൽ മൗത്തീനാണ്. എന്തിനാണ് ഈ ഉറങ്ങുന്നത്? അത് മരണം ഓർമ്മപ്പെടുത്താനാണ്. അത് മരണം ഓർമ്മപ്പെടുത്താനാണ്. അതിനു വേണ്ടിയാണ് ഉറങ്ങുന്നത്. അതിനു വേണ്ടിയാണ് കിനാവ് കാണുന്നത്. അല്ലെങ്കിൽ കിനാവ് കാണേണ്ട ആവശ്യം ഇവിടെ ഒക്കെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ നോക്കൂ, ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉമ്മാന്റെ വയറ്റുന്ന ഒരു കുട്ടി വരുമ്പോൾ ആദ്യം ചെയ്തു കൊടുക്കണം ഓർമ്മപ്പെടുത്തല, പിന്നെ തേൻ കൊടുക്കണത് അല്ലേ? ആദ്യം അള്ളാഹിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം, പിന്നെയാണ് തേന് കൊടുക്കുന്നത്. തേന് പിന്നെ കൊടുക്കുന്നത്. ഇനി ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് വന്നാൽ അവന്റെ ഭൗതിക നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ആധാരശിലകളിൽ ഒന്ന് ഭക്ഷണമാണ്. ശ്രദ്ധിക്കണേ, ഭക്ഷണം. മനുഷ്യന് ഭക്ഷണം കഴിക്കണമെങ്കിൽ തീയിന്റെ ആവശ്യമുണ്ട് ഇല്ലേ? തീയോണ്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്? അല്ലേ? നിങ്ങളെന്താ എൻ്റെ മുഖത്ത് ചിരിക്കണം? അങ്ങനല്ലേ? നിങ്ങൾ ഒന്നായിട്ട് എടുത്ത് അമുക്കണ ആൾക്കാരാ.
തീയോണ്ട് ഉണ്ടാക്കിയിട്ടല്ലേ കൂട്ടരെ മീൻ തിന്നണല്ലേ അല്ലേ? ആ എന്താ എന്തിനാ തീ? ഏതെങ്കിലും ജീവിക്ക് തീയോണ്ട് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം മനുഷ്യനല്ലാത്ത ഈ ലോകത്തുണ്ടോ? ആന നമ്മളെക്കാളും ഭക്ഷണം കഴിക്കുന്നുണ്ട്, തീൻ്റെ ആവശ്യമില്ല. കടലിൽ കുറേ മത്സ്യങ്ങൾ നമ്മളെക്കാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, തീൻ്റെ ആവശ്യമില്ല. മരത്തിമുള്ള പക്ഷികൾ ഒക്കെ ഭക്ഷണം കഴിക്കുന്നു, തീൻ്റെ ആവശ്യമില്ല. മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ തീ എന്ന മാധ്യമം വേണം, വേണ്ടേ? തീ ഈ കുട്ടികളൊക്കെ മുമ്പ് നെയ്ച്ചു പോയി അവിടുന്ന് വലിയവർ കണ്ടിരിക്കും. കുറേ ചെറിയ പ്രായപൂർത്തിയാത്ത കുട്ടികൾ ആന്നറിട്ട് എന്താ കാര്യമുള്ളത്? ഓലോട് ഇപ്പം എന്ത് വെച്ചാലും ഓല ആന്നറിയും. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓല ഞാൻ എന്ത് വന്നാലും സമ്മതിക്കും ചെയ്യും. അതുകൊണ്ട് വല്ലതും തലയെ കയറുന്നവർ മര്യാദക്ക് മുമ്പിലിരുന്നോളെ. ഇവരാരെ ആന്ന് പറയാൻ വേണ്ടി ഇരുത്തിയത്? ഇവരെന്നാണ് ബാക്ക് പോയിക്കോട്ടെ, അവിടെ പോയി മക്കൾ നീക്കി അവിടുന്ന് നീക്കി പറഞ്ഞാൽ മനസ്സിലാണവരും കണ്ടിരിക്കേ. കാരണം ഇവർ കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മൾ എന്ത് പറഞ്ഞാലും ഓൾക്ക് തിരിയില്ല. അപ്പൊ പിന്നെ ഓല് വേല തരാൻ തുടങ്ങും, അത് നമുക്കും തിരിയില്ല. അതാണ് കണ്ടിരിക്കും. ഇതൊക്കെ മുന്നിൽ വന്നിരിക്കണേ. ഇതിപ്പോ ഒരു ചെമ്പ് ഉടച്ചപ്പോ ഈ മുന്നിൽ കസേരൊന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ. ഒരു ചെമ്പ് ഉടച്ചിട്ട് പുക മുളക്കുവാണെങ്കിൽ ഇവിടെ മുന്നിലൊന്നും കുട്ടികളുണ്ടാവില്ല. കുട്ടികളെ കൊണ്ടുപോയിട്ട് അടുക്ക് കൊണ്ടുപോയിടും. കാരണം എന്താ, അത് സാപ്പിടാനുള്ളതാണ്. ഇതിപ്പം കുട്ടികളെ മുമ്പ് കേട്ടിട്ട് നമ്മളിങ്ങനെ നിൽക്കുക, പെണ്ണ് കാണാൻ വന്നായി പറ്റൂല. നിങ്ങളുടെ മുന്നിൽ ഇറങ്ങിയിരിക്കേ. നിങ്ങൾ രണ്ടാളും അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഞങ്ങളും വർത്താനം പറയും. ആ ചെറിയ കുട്ടികൾ അതിൻ്റെ ബാക്ക് പോയിക്കോളിട്ടാ. അവിടെ നിങ്ങൾ കിടന്നുറങ്ങിയ കടലൊന്നും എന്ത് ചെയ്താലും വേണ്ടിയില്ല. ഞാൻ വാതിലേക്കും ചരിത്രത്തേക്കും കടക്കുക, കാര്യങ്ങളൊന്നും മനസ്സിലായി. വെറുതെ 2 മണിക്കൂർ ഇങ്ങനെ നിന്നിട്ട് ഏലക്കം പാട്ട് പാടിയിട്ട് പിരിയല്ല, വിഷയങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് മനുഷ്യ എനിക്കും നിനക്കും ഭക്ഷണത്തിന് അള്ള തീ വെച്ചത്? എന്താ ആനക്ക് തീ വെക്കാത്തത്? എന്തിനാ മനുഷ്യന്റെ മുമ്പിൽ തീ ഇങ്ങനെ കത്തിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ? അത് ഓർമ്മപ്പെടുത്തല. ഈ തീ കണ്ടിട്ട് ആ തീ ഓർമ്മ വരാനാണ്. ആരിഫീങ്ങൾ കിതാബിൽ എഴുതിച്ചാൽ ഞാൻ ഉണ്ടാക്കി പറയില്ല. ഇവിടെ തീ എന്ന സംവിധാനം മനുഷ്യനെ ഇടപെടുത്തുന്നത് ഈ തീ കണ്ടിട്ട്. നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? ഈ തീ കണ്ടിട്ട് നരക ഓർമ്മാനാണ്. ആരെങ്കിലും ഒന്ന് ചെമ്പിന്റെ അവിടെ പോയിട്ട് നരകം ഓർത്തുക്കണോ? നമ്മളൊക്കെ നരകത്ത് കൊണ്ടുപോയിട്ടാ ദുന്യാവ് ഓർക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ കൊണ്ടുപോയിട്ടാ പടച്ചനെ ഒണ്ടി പൈസ എണ്ണാൻ കിട്ടണില്ലല്ലോ, പറമ്പ് കച്ചവടം ചെയ്തിട്ടില്ലല്ലോ. ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇത് ഓർമ്മപ്പെടുത്തലാണ്. അല്ലാഹുവിനെ ഓർമ്മ വേണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹുവിനെ ഓർത്ത് കരയണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നമ്മുടെ വല്ലിപ്പയായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് നേരെ വന്നത് ഇന്ത്യയിലേക്കാണ്. ഞാൻ എൻ്റെ ഒരു ഗവേഷണം പറയട്ടെ. ഈ ഭൂമിയിൽ ഇസ്ലാം തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നാണ്, മക്കയിൽ നിന്നല്ല. ഈ ഭൂമിയിൽ ഇസ്ലാം തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നാണ്, മക്കയിൽ നിന്നല്ല. ആ രാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞ വലിയ ഭാഗ്യമാണ്. ഒന്നും കൂടി ഞാൻ പറയാം. ഈ ഭൂമിയിൽ ഇസ്ലാം തുടങ്ങിയത്, മനുഷ്യവാസം കൊണ്ട് ഇസ്ലാം തുടങ്ങിയത് ഇന്ത്യയിൽ നിന്നാണ്, മക്കയിൽ നിന്നല്ല. കാരണം ആദ്യ നബി ഇന്ത്യയിൽ നിന്ന് പിന്നെ മക്കത്തേക്ക് പോവുക ചെയ്തത്. കോഴിക്കോട് കൂടി ആ നന്ദി ദാറുസലാം കോളേജിൻ്റെ ഈ കൂടിയാണ് പോയിക്കണമെന്ന് മനസ്സിലാണ്ട്. കാരണം അവിടെയൊക്കെ കാലടയാളുണ്ട്. ആദ്യ നബിൻ്റെ ആണെന്ന് കയ്യില പറയപ്പെടണോ, അതിന് പറഞ്ഞു വെട്ടതാണോ എന്നും അറിയില്ല. ഏതായാലും അങ്ങനെ ഉണ്ട്, കാലടയാളം കാണുന്നുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പാറപ്പള്ളി നന്ദി ദാറുസലാമിൻ്റെ അന്ന് നന്ദിയൊന്നുമില്ല, നന്ദിയുണ്ട്, ദാറുസലാം കോളേജൊന്നും ഇല്ല, സ്ഥലമൊക്കെ ഉണ്ട്. അതിൽക്കൂടി അങ്ങനെ പോയിട്ടുണ്ട്. എവിടുന്ന്? ഇന്ത്യ. അന്ന് സിലോൺ ഇന്ത്യയിൽ പെട്ടാണ്. 40 പ്രാവശ്യം പോയി. സൈനുദ്ദീൻ മഖ്ദൂം ഫത്തുൽമയിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നുകൊണ്ട് അള്ളാഹനോർത്തുകൊണ്ട് ആദം അലൈഹിസ്സലാം 40 തവണ ഹജ്ജ് ചെയ്തു എന്ന് മാത്രമല്ല, ഈ മണ്ണിൽ 40 തവണ പടച്ചവനെ ഓർത്തുകൊണ്ട്, മരണം ഓർത്തുകൊണ്ട് ആദം അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് ബോധരഹിതനായി ഇന്ത്യ രാജ്യത്ത് വീണുകിടന്നു. 40 തവണ ബോധം കെട്ടുപോണു നമ്മുടെ വല്ലിപ്പ. ആ സമയത്ത് അള്ളാഹിനോർത്ത് ഇങ്ങനെ കരയും അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. അള്ളാഹിനോർത്തിട്ട് ഭയങ്കര കരച്ചില്, വല്ലാതെ കരയും. ആര്? ആദം നബി അലൈഹിസ്സലാം.
ആദം നബിന്റെ കണ്ണീരിങ്ങനെ ഇങ്ങനെ തട്ടിയപ്പോൾ ആ കണ്ണീര് തട്ടിയ സ്ഥലത്ത് നിന്നാണ് ഊതുണ്ടായത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഊതിന്റെ അത്രയും കണ്ടിട്ടില്ലേ? നിങ്ങൾ ഈ 10 ഉറുപ്പ്യൊക്കെ 3 കിട്ടുന്ന കുട്ടിക്കൂറ വാങ്ങി നടന്നോളി. ഊതിന്റെ അത്രയൊന്നും കണ്ടിട്ടില്ലേ? പറ്റിക്കണോ? കണ്ടുകണോ? അതിപ്പോൾ നമ്മളെല്ലാവരും കാണും. കേരളത്തിൽ ആകെ നടന്നാൽ 4 ഫ്ലക്സാ കൂടുതൽ കാണുക. 1 മൂലക്കൊരു ഓപ്പറേഷൻ കൂടാ സുഖപ്പെടുത്തുന്നു, 2 കൊയ്മന്തി, 3 ഹജ്ജ് ഉംറ സർവീസ്, 4 ഊതിന്റെ അത്തറും. കേരളത്തിൽ മൊത്തം നടന്നാൽ ഈ 4 ബോർഡാ കൂടുതലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ പൈസ ഒന്നും വാങ്ങി പറ്റാൻ നോക്കി നിങ്ങൾ. ഇത് എവിടുന്ന് ഉണ്ടായതാണ്? ഇത് ആദം അലൈഹിസ്സലാമിന്റെ കണ്ണീർന്നുണ്ടായതാ. പോരാ, ഇഞ്ചി ഉണ്ടായത് ആദം അലൈഹിസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്നാ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ചിന്തിക്കണേ, എന്തിനെ അള്ളാനെ ഓർത്തുകൊണ്ട് കരഞ്ഞു. ആദനബി ഇങ്ങനെ കരയുമ്പോ അള്ള കണ്ണീരിങ്ങനെ ഒഴുകുമ്പോ അള്ള പറയും, ആദമേ ആ കണ്ണീര് വെറുതാക്കണ്ട, അതൊന്നും അവിടെ ഇവിടെ പറ്റിക്കളി നരകത്ത് കടക്കൂല. ആദനബി നരകത്ത് കടക്കൂല. പക്ഷെ ഈ മനുഷ്യ സമൂഹത്തിന് മനസ്സിലാവാൻ അള്ളാഹ് പറഞ്ഞു. അപ്പൊ ആദനബി കണ്ണീരെടുത്തിട്ട് ഇങ്ങനെ പറ്റൂ. നിങ്ങൾ ആരെങ്കിലും അള്ളാനെ ഓർത്തിട്ട് കരഞ്ഞാൽ, മോനെ വിസ ക്യാൻസലായതിൻ്റെ വലിയ കരഞ്ഞാലല്ല, ആ കണ്ണീരുകൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല, അത് ദുന്യാവിൻ്റെ കണ്ണീരാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരു കണ്ണീരുണ്ട്, അത് പിരിവിൻ്റെ സമയത്ത് നടത്തണതാണ്. കണ്ണീര് 4 ഐറ്റുണ്ട്. 1 അള്ളാനെ പഠിച്ച കണ്ണീര്, 2 പിരിവിൻ്റെ സമയത്ത് നടത്തുന്ന ഒരു കണ്ണീരുണ്ട്. എന്തെങ്കിലും ചിരിക്കണേ? കണ്ണീരുണ്ട്. അത് ഞാൻ അതിൻ്റെ ഹിക്മത്തും പറഞ്ഞുതരാം. ചില കണ്ണീര് തീ കൂടിയ വരിക, ചിലത് ഈ കുഴി കൂടി വരും, നടുക്കൂടി വരുന്ന 3 കണ്ണീരുണ്ട്. അത് ഓരോന്നിനാണ്. എന്തിനൊക്കെയെന്ന് ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളാരെങ്കിലും കരയണെങ്ങനെ നോക്കൂ, ഈ കൂടിയാണ് എന്ന്, എന്നിട്ട് തീരുമാനം എടുക്കും. അതുകൊണ്ട് ഞാൻ സംഗതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. അങ്ങനെ 3 കണ്ണീരുണ്ട്. 1 നീര് ഇതിൽ കൂടിയാ വരും, ഈ ചാലു കൂടി. 2ാമത്തെ സെൻറ്റർ കൂടി വരും, പിന്നൊന്ന് ഇതിൽ കൂടി വരും. അത് 3 ML വേണ്ടിയാണ്. എങ്ങനെയായാലും കരഞ്ഞാൽ നേട്ടം തന്നെയാണ് കേട്ടോ, ഉണ്ടാക്കി കരഞ്ഞാലും നേട്ടം തന്നെയാണ്. അതുകൊണ്ട് ഒരു ആമീൻ പറയാം, അള്ളാഹു മരിക്കണതിന് മുമ്പ് പടച്ചവനോർത്തൊന്ന് കരയാൻ തൗഫീഖ് ചെയ്യട്ടെ. അതാണ് പറഞ്ഞാൽ അള്ളാഹു പടച്ചവനോർത്ത് കരയാൻ തൗഫീഖ് ചെയ്യട്ടെ. കരഞ്ഞാൽ നമ്മളും അള്ളിയും തമ്മിലുള്ള ഒക്കെ കഴിഞ്ഞു. അപ്പൊ കൽബ് അങ്ങോട്ട് വൃത്തിയായി. കൽബ് വൃത്തിയായാലേ കബറ് വൃത്തിയാവുള്ളൂ. ഇന്നെന്റെ വിഷയം കൽബും കബറുമാണ്. 2ഉം കോഫോണ്ടാ തുടങ്ങണത്. 2ഉം ഒരു നിലക്ക് ഒന്ന് തന്നെയാണ്. കൽബുള്ളത് ഉള്ളിലാണ്, കബറുള്ളത് ഉള്ളിലാണ്. കബറിന്റെ ഉള്ളിലുള്ളത് അറിയാൻ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്ക് കഴിയുള്ളൂ. കൽബിന്റെ ഉള്ളിലുള്ളത് അറിയാനും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്ക് കഴിയുള്ളൂ. കൽബ് പ്രകാശിച്ചാൽ കബർ പ്രകാശിക്കും. കൽബ് വിശാലായാൽ കബർ വിശാലാവും. കൽബ് ശുദ്ധിയായാൽ കബർ ശുദ്ധിയാവും. കൽബിൽ നല്ലത് വെച്ചാൽ കബറിൽ നല്ലത് വരും. അപ്പൊ കൽബും കബറും ബന്ധമുണ്ട്. ഈ 2 ഖാഫ് തമ്മിൽ വലിയ ബന്ധമുണ്ട്. കൽബും കബറുമാണ്. അതിൽ ഖബറാണെങ്കിലും കൽബാണെങ്കിലോ അൽ ഖബറു സുന്ദൂഖുൽ അമലി, നമ്മുടെ അമലുകൾ നിറക്കാനുള്ള പെട്ടിയാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം, ഇന്നില്ല. പഴയ കാലത്തെ ആളുകൾക്ക്, കാരണം ഇന്നിപ്പോ ഒക്കെ ലൈവായിട്ടാണ്, അതുകൊണ്ട് പഴയ അവസ്ഥ ഒന്നില്ല. മുമ്പ് ഗൾഫുകാർ എന്ന് പറഞ്ഞാല് ഭാര്യ പ്രസവിച്ചതിരണത് ഭാര്യന്റെ 40 കഴിഞ്ഞതിന് ശേഷം കത്തിട്ടുമ്പോഴാണ് അറിയാം. പ്രസവിച്ചത് ഞാൻ അറിഞ്ഞു എന്നുള്ള ഭാര്യക്ക് അയക്കുമ്പോഴേക്ക് ഓള് 90 കഴിഞ്ഞിട്ട് കുളിച്ചിട്ടുണ്ടാവും. പഴയ കാലാണ്. എന്നോട് ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് പഴയ കാലത്ത് പോയ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഓൻ്റെ ഭാര്യ പ്രസവിച്ചത് 40 കഴിഞ്ഞിട്ട് വാപ്പ പോയി വന്നപ്പോഴാണ് ഓൻ അറിയണത്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്താണ് ആ കാലം? ഇന്നങ്ങനെയല്ല. പ്രസവിക്കണ അവിടുന്ന് ലൈവായിട്ട് കാണുകയാണ്. ഇവിടെ തുറന്നു വെച്ചിട്ട് എന്താ പോരനെ, ആണോ പെണ്ണോ അങ്ങനെ കാണാം. പിന്നെ അറിയില്ല, പ്രസവിക്കണേന് 2 മെഷീൻ കൊളുത്തി അങ്ങനെ കാണാം അവിടുന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ പഴയ കാലം ഉണ്ടല്ലോ, ആ പഴയ കാലത്ത് പോയാൽ ഒരു പെട്ടി സംഘടിപ്പിക്കും. എന്നിട്ട് ഗൾഫിൽ ഇങ്ങനെ പണിയെടുക്കും. അതിനിടയ്ക്ക് കിട്ടുന്ന എന്തെങ്കിലും പൈസ കൊണ്ട് വലിയ വലിയ സാധനങ്ങളൊക്കെ പെട്ടിയിൽ വെക്കും. ഇതിന് പെട്ടി നിറച്ചാലേ പരി പോയിട്ട് കാര്യമുള്ളൂ. കാരണം ആള് കണ്ട് വരുമ്പോൾ ആൾക്കാരൊക്കെ ഈ പെട്ടിമല കൂടൽ. ജമാഅത്തിന് വന്നീനെ വാപ്പൊന്ന് പിന്നെ 3-4 ദിവസം പള്ളിയിൽ കാണൂല, മോൻ്റെ പെട്ടിക്ക് കാവലിരിക്കല പഴയ കാലത്ത്. കാരണം അത് സുന്ദൂഖുൽ അമല എന്നതുപോലെ ആഖിറമാകുന്ന സ്വദേശത്തേക്ക് നമ്മൾ പോകുമ്പോൾ അള്ള തന്ന ദുബായ് പെട്ടിയാണ് ഖബർ. എന്ത് ചെയ്താലും അവിടെ ഉണ്ടാവും. അവിടെ പോയി തപ്പിയ ആ അമല അതിൻ്റെ ഉള്ളിലുണ്ടാവും.
നിങ്ങൾ പാതിരാവിന്റെ ഉള്ളറയിൽ നിസ്കരിച്ചോ ഉമ്മമാരെ പെങ്ങന്മാരെ, അത് ഖബറിൽ കാണുന്നതാണ്. നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയോ അത് ഖബറിൽ കാണുന്നതാ. നിങ്ങൾ ദിക്ർ ചൊല്ലിയോ അത് ഖബറിൽ കാണുന്നതാ. നിങ്ങൾ മദ്രസക്ക് വേണ്ടി സ്വതക്ക നൽകിയോ അത് ഖബറിൽ കാണുന്നതാണ്. ആ സമയത്ത് കൽബ് ശുദ്ധിയായ ഉമ്മമാരെ, കൽബ് ശുദ്ധിയായ പെങ്ങന്മാരെ, ഖബറ് പ്രകാശിക്കാൻ ഏറ്റവും പ്രധാനമായ ഒരു മാധ്യമോ കൽബങ്ങ് തസ്കിയത്ത് കൊണ്ട് പ്രകാശിക്കലാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മുക്കാശഫയിൽ പറഞ്ഞൊരു ചരിത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ബനൂ ഇസ്രായേലിൽ ഒരു പെൺകുട്ടി സാലിഹത്തായ പെണ്ണാണ്. ആ പെണ്ണിന്റെ ഭർത്താവും സാലിഹ. ഈ സാലിഹായ ഭർത്താവ് അങ്ങ് ശരീരം തളർന്നുകൊണ്ട് കിടപ്പിലായി. മാരകമായ രോഗമാണ്. ഒന്ന് കൂട്ടിക്കണം, ഇതൊക്കെ ഒന്ന് കൂട്ടിക്കണം, വലിച്ചിട്ട് കിട്ടണം. ഞങ്ങൾ പറഞ്ഞ ഒഴിഞ്ഞ സ്ഥലമാണ്. നിങ്ങളാണ്ട് കൂട്ടും, പിന്നെ ചിരിച്ചിട്ട് കുറച്ച് ഞങ്ങളുടെ ഓർക്കും. ഇങ്ങനെ ആയിട്ട് എന്താ കാര്യം? ഇപ്പം ശരിയായി. ഇനി കുറക്കല്ലേ നിങ്ങൾ അള്ളാനെ കരുതിയിട്ട്. നിങ്ങളെ കാരണം ഇത് ഇന്ന് 4ാമത്തെ പരിപാടിയിലാണ്. സുബീൻ്റെ ശേഷം ഒരു പരിപാടി, ഉച്ചേൻ്റെ ശേഷം ഒരു പരിപാടി, അസറിൻ്റെ ശേഷം പരിപാടിയില്ല. അട്ടഹാസേറി. കാരണം നിങ്ങൾക്കറിയാം പൊന്നാനിയിൽ കുറേ പെൺകുട്ടികൾ ആന ബാൻഡിൻ്റെ ഒക്കെ നടുവിൽ തുള്ളിച്ചാടി. നിങ്ങൾക്കറിയാം. അതിനെതിരെയുള്ള പ്രസംഗം അതിൻ്റെ മോന്തായത്തിൽ ഞാനായിരുന്നു. അവിടുന്ന് അട്ടഹസിച്ചിട്ടാണ് പെൺകുട്ടി വരുന്നത്. ഇത് കഴിഞ്ഞാൽ നാളെ സുബീക്ക് പരിപാടി, രാത്രി കാസർഗോഡ്. ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സെറ്റിങ്സ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാപ്പം അങ്ങനെ പറയുന്നത് നിങ്ങൾ പറയുകയാണെങ്കിൽ 2 ദിവസം നിങ്ങൾ ഈ പണിയെടുത്ത് നോക്കി അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാതെ മര്യാദക്ക് വാത് കിട്ടൂല. അത് നല്ല ഇവനോട് പറയാനുള്ള ഞാൻ പറഞ്ഞോളാം. ഇജ് അള്ളാനെ കരുതിയിട്ട് ഇത് തീർപ്പുണ്ടാക്കരുത്. ചിലപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ കേടരെന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ കളിക്കണം. പക്ഷെ ഞങ്ങൾ ആർട്ട് കേടരുന്നുള്ള ബോധം നിങ്ങൾക്ക് കാണും. ഇത് കേടരുന്ന് പേടിച്ചിട്ട് ഓഫാക്കി ഞങ്ങൾ ആറ്റാ പോയി. ഞങ്ങൾ ആറ്റ് പോയപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ജീവിച്ചൊരു കാര്യമില്ല. അതുകൊണ്ടാണ് അതാണ് കുറച്ചൊന്നും കുരിക്കരുത്. അല്ല കുറച്ചൊന്നും ചുരുക്കിക്കാൾ ഒരു പൊടി ഇട്ടോ. ആ മതി. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഖബർ എന്താ ഇപ്പം നമ്മളെ അവസ്ഥ? ആകെ ഒന്നാണ് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എത്ര ഇപ്പം നമുക്ക് സമയമുള്ളൂ? സമയം 4 ഉള്ളൂ കൂട്ടരെ. ഒന്ന് മഫ്കൂദ്, മറ്റൊന്ന് മഷൂദ്, വേറെ ഒന്ന് മൗറൂദ്, മറ്റൊന്ന് മൗറൂദ്. ഞാൻ പറഞ്ഞുതരാം. മഫ്കൂദ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്. അതിഞ്ഞങ്ങോട്ട് കിട്ടൂല. കിട്ടുവോ? നഷ്ടപ്പെട്ടാൽ ആരോഗ്യം കിട്ടും, പൈസ കിട്ടും, കച്ചവടം കിട്ടും, പെണ്ണിനെ കിട്ടും. ചാടിപ്പോയ പെണ്ണ് പിന്നെ തിരിച്ചു തരുന്നില്ലേ? കിട്ടും. ഈമാൻ പോയാലും ചിലപ്പം കിട്ടിയെന്ന് വരും. അല്ല, ഇസ്ലാം എന്ന് പുറത്തു പോയാൽ തിരിച്ചു തരുന്നില്ലേ? അപ്പൊ ഈമാൻ പോയാലും ചിലപ്പോൾ എന്താവും? തിരിച്ച് വിട്ടാത്തൊരു സംഗതി സമയമാണ്. അത് കിട്ടൂല. മഫ്കൂദ് പോയതന്നെ കിട്ടൂല. മുആവിയ റളിയല്ലാഹു രാജ്യം ഭരിക്കണമേത്ത് നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി വല്ലതും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 200 ഒരഭിപ്രായത്തിൽ 200 വയസ്സുള്ള ഒരാൾ വന്നു. ഒക്കെ ചുക്കി ചുളിഞ്ഞ് പ്ലാസ്റ്റിക്കിന്റെ ഉറ മാതിരിയിരിക്കണേ. ആളെ മൊത്തമൊക്കെ മുആവിയ റളിയല്ലാഹു സങ്കടമായി. കാരണം പ്രായാധിക്യമുള്ള ആളല്ലേ. അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാറ്, നിങ്ങളെ പ്രായത്തിനെ ബഹുമാനിച്ചിട്ട് എന്ത് ചോദിച്ചാലും തരാറ്. അയാൾ പറഞ്ഞു, എനിക്ക് വല്ലാതൊന്നും ചോദിക്കാനില്ല, ഒരു കാര്യം ചെയ്തു തന്നാൽ മതിയാണ്. എന്തേ? എനിക്ക് നഷ്ടപ്പെട്ട പ്രായത്തിൽ നിന്ന് 1 വർഷം തിരിച്ചു തരുമോ? മുആവിയ റളിയല്ലാഹു ഞെട്ടിപ്പോയി. അത് ചോദിക്കണ വളർച്ചല്ല. മുആവിയ റളിയല്ലാഹു പറഞ്ഞു, അതെനിക്ക് പറ്റൂലല്ലോ പറഞ്ഞു. എന്നാ പോട്ടെ, 1 മാസം തിരിച്ചു തരുമെന്ന് വെച്ച്. എനിക്ക് പറ്റൂല. പോട്ടെ, എനിക്ക് നഷ്ടപ്പെട്ട ആഴ്ചയിൽ നിന്ന് ഒരാഴ്ച തിരിച്ചു തരുമെന്ന് വെച്ച്. അതും എനിക്ക് പറ്റൂലായിരുന്നു. പോട്ടെ, എനിക്ക് നഷ്ടപ്പെട്ട ആയുസെന്ന് 1 ദിവസം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് വെച്ച്. അതും എനിക്ക് പറ്റൂലാറ്. അതും പോട്ടെ, എനിക്ക് നഷ്ടപ്പെട്ടതിന് 1 മണിക്കൂർ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് വെച്ച്. എന്നെ കൊണ്ടാവൂലാറിന്. പോട്ടെ, എനിക്ക് നഷ്ടപ്പെട്ടതിന് 1 മിനിറ്റ് തിരിച്ചെന്ന് വെച്ച്. അതിനെ കൊണ്ട് പറ്റൂലാറ്. നിങ്ങളെ ഭരണ സ്വാധീനം ചെലുത്തി, നിങ്ങളെ അധികാര പാഠവം ഉപയോഗിച്ച് എനിക്ക് നഷ്ടപ്പെട്ടതിൽ നിന്ന് 1 സെക്കൻഡ് മിസ്റ്റർ മുആവിയ റളിയല്ലാഹു അൻഹു എനിക്ക് നിങ്ങൾ തിരിച്ചു തരുമെന്ന് വെച്ച്. അതിൽ മുആവിയ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞു പോയി. തിരിച്ചെടുക്കാൻ പറ്റൂല. അതാണ് ഇവിടെ തങ്ങൾ പാപ്പടക്കം എല്ലാവരും പറഞ്ഞത്. കാരണം നമ്മളെ ഇരുത്തം ഇത് മുതലാണ്. എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
ഉണ്ടോ? കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ തെറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ഒരാഴ്ചനിടയിൽ ഒരു തെറ്റും ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇന്നൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ നമുക്കൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്യണില്ല. കാരണം ഇപ്പൊ നമ്മൾ സ്വർഗത്തിൽ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ പണി ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ ഈ പണി എവിടെ ഉണ്ടോ അതൊക്കെ സ്വർഗമാണ്. ഭൂമിയിൽ 2 സ്വർഗമുള്ളത്. ഒന്ന് മദീനത്തെത്തണം. മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, നബിയുനാ മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തൊരു സ്വർഗം അതിതാണ്. നേരത്തെ മഹാനായ തങ്ങൾ പാപ്പ മുതല്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? മാമിൻ മുതല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബിൽ ആലമി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത്തസനാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഈ പാടത്തേക്ക് വരുമ്പോ നിങ്ങൾ ഓരോ ചവിട്ടടിക്കും ഓരോ കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണെന്ന് മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒന്നാമീ പറയാം. അതൊക്കെ അള്ളാഹു തആല നമുക്കൊക്കെ തരട്ടെ. അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ഇന്ന് രാത്രി നമ്മളാണ് മരിക്കുകയാണെങ്കിൽ ഒരു ഇൽമിന്റെ സദസ്സിൽ നിന്ന് നീച്ചുവിട്ടായിട്ട് മരിക്കുക. അള്ളാഹു തആല നമുക്ക് നല്ല ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ പൊരുത്തത്ത് തരട്ടെ. ഞാൻ മിഞ്ഞാന്ന് ചാവക്കാട് ഭാഗത്ത് വയല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മിഞ്ഞാന്നാണോ 4-ാം നാളാണോ ഓർമ്മയില്ല, വയല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വയല് ഫുള്ളായിട്ട് കേട്ടൊരു പ്രിയപ്പെട്ട സഹോദരി. വയല് കഴിഞ്ഞിട്ട് പിറ്റേന്ന് അവിടെ ചേലക്കര ഉസ്താദിന്റെ ദ്വാസമ്മേളനം പരിപാടിയൊക്കെ ഉണ്ട്. അതിന് നല്ലൊരു സംഭാവനയും സാസ് കൊടുത്തയച്ചു. ആ സഹോദരി ഞാൻ വയല് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പുരയിൽ പോയിരുന്നപ്പോഴേക്ക് മരിച്ചു. എൻ്റെ വയല് കേട്ട ആൾക്ക് വേണ്ടിയിട്ട് ആ പുരയിൽ പോയിട്ട് മയ്യിത്തായ സഹോദരിക്ക് വേണ്ടി ദ്വാരന്നിട്ടാണ് റൂമൊക്കെ ഞാൻ പോയത്. എന്ന് ഇത് നിത്യ സംഭവമാണ്. ഇന്നിപ്പോ നിങ്ങൾ മരിക്കൂല എന്ന് നമുക്ക് ആർക്കെങ്കിലും നമ്മളെ കുറിച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്നലെ ഇപ്പൊ കുറെ ആൾക്കാർ മരിച്ചു, അതിൽ പെട്ടിട്ടില്ല എന്ന് പറയാം. ഇന്ന് മരിച്ചാലും പെട്ടിട്ടില്ല. കൂട്ടരെ നാളെ മരിക്കാനുള്ളതിൽ പെട്ടിയില്ലേ? അല്ല, നാളെ മരിക്കാനുള്ളതിൽ പെട്ടിയില്ലേ? ഇവിടെ ആകെ ഒരു 3 ദിവസമേ ഉള്ളൂ. ഒന്ന് ഇന്നലെ, അത് കഴിഞ്ഞില്ലേ? ഇന്ന് അതിപ്പോ എത്ര കിട്ടി? നാളെ ഒന്നും പറയാൻ പറ്റൂല. ഈ 3 ദിവസമാണ് ദുന്യാവിലുള്ളത്. ഇന്നലെ, ഇന്ന്, നാളെ. 4-മത്തെ ഒരു ദിവസം ഇല്ല. ഇന്നലെ, ഇന്ന്, നാളെ. ഇനി നമുക്ക് നാളെ മാത്രമേ ഉള്ളൂ. അതൊന്നും പറയാൻ പറ്റൂല. ഈ ഒരു കൊല്ലത്തിനിടയിൽ കേരളക്കരയിൽ നിന്ന് മരിച്ചുപോയ പടുകൂറ്റൻ പണ്ഡിതന്മാർക്ക് കയ്യും കണക്കുമുണ്ടോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ സൈനുൽ ഉലമയെ മറന്നോ? കോഴിക്കോട്ട് ഉസ്താദിനെ മറന്നോ? കുമരമ്പത്തൂർ ഉസ്താദിനെ മറന്നോ? തൊഴിയൂർ ഉസ്താദിനെ മറന്നോ? ഒറ്റയാൾ പട്ടാളത്തിന്റെ വീര്യത്തോടെ, ധൈര്യത്തോടെ, ധീരതയോടെ മശരിഖ് മഗ്രിബിന്റെ ഇടയിൽ ഓടി നടന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മഹാനായ കോട്ടുമല ഉസ്താദിനെ മറന്നോ? കേവലമായ മഴവില്ലുകളായില്ലേ? അവരൊക്കെ പോയില്ലേ? അല്ലാഹു തആല ഒക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു എല്ലാവർക്കും ദർജ ഉയർത്തി കൊടുക്കട്ടെ. മിനിഞ്ഞാന്ന് എന്റെ മഹലിൽ 4 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കൈ പിടിച്ചുകൊണ്ട് സംസാരിച്ചു പോയ പ്രിയപ്പെട്ട ഒരു വ്യക്തി ആരോഗ്യമുള്ളവനാ. തെങ്ങിൽ കയറിയപ്പോൾ മുകളിൽ നിന്ന് വീണിട്ട് തലകുത്തിയിട്ട് തല ചമ്മന്തിയായി മരിച്ചുപോയി. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണ്ടേ? ഏത് വണ്ടിന്റെ ടയറാണ്? ഏത് പാമ്പാണ്? ഏത് തീയാണ്? ഏത് അറ്റാക്കാണ്? ഏത് ക്യാൻസറാണ്? ഏത് തലവേദനയാണ്? ഏത് സ്ഥലമാണ്? ഏത് മാസമാണ്? ഏത് സമയമാണ്? ഇതൊന്നും നമുക്കറിയില്ല. നമ്മളങ്ങനെ പോവാണ്. വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് തുള്ളിച്ചാടി പോവാണ്. മരണത്തിന്റെ സമയം കണ്ടെത്തിയാൽ സമയം സമാഗതമായാൽ ലാ യുഅഖിറുല്ലാഹു എന്നല്ല ഖുർആൻ പറഞ്ഞത്. ലൻ കൊണ്ട് നഫി ചെയ്താൽ തഅക്കീദ് എന്നാണ് ഭാഷാ നിയമം. ലൻ യുഅഖിറല്ലാഹ്,
നീട്ടിക്കൊടുക്കുന്ന എക്സ്റ്റൻഷൻ എന്ന പ്രശ്നമേ ഇല്ല. അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യന് സമയം ആഗതമായാൽ നീട്ടിക്കൊടുക്കുന്ന പ്രശ്നമില്ല. നഫ്സൻ, ഇതിന്റെ തഫ്സീറിൽ മഹാന്മാർ എഴുതിച്ചിട്ടുണ്ട്, വലൗകാന നഫ്സ മുഹമ്മദിൻ. ഒന്നുറക്കെ പറഞ്ഞോ, വലൗകാന നഫ്സ മുഹമ്മദിൻ നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്. അത് സാക്ഷാൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ വിശ്വമാന വികാതയുടെ വിമോചന ഗീതമായ പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പൂങ്കവരായ അള്ളാന്റെ മുത്തേ ലോകത്തിന്റെ സത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമായാലും സമയം സമാഗതമായാൽ അള്ളാഹു നീട്ടിക്കൊടുക്കൂല. നീട്ടിക്കൊടുത്തില്ല. പക്ഷെ റസൂലുള്ള സാധാരണ ആളല്ല, ലോകത്തിന്റെ മുഅല്ലിമുൽ ആലമാണ്, അഷ്റഫുൽ ഖൽഖാൻ, അത്യബുൽ ഖൽഖാൻ, അക്രമുൽ ഖൽഖാൻ, അസിയനുൽ ഖൽഖാൻ, അലമുൽ ഖൽഖാൻ, അത്ഖൽ ഖൽഖാൻ, അഹബ്ബുൽ ഖൽഖി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുകൊണ്ട് മറ്റൊരാളോടും ചെയ്യാത്ത ഒരു രീതി ചെയ്തു, ഇസ്തിഇദാൻ, സമ്മതം തേടൽ. ഈ ആയത്തുള്ളത് ഖുർആനിലെ 63-ാമത്തെ സൂറത്തിലാണ്. എത്രാമത്തെ? റസൂലുള്ളാഹിന്റെ പ്രായം എത്രയാണ്? 63. അതുകൊണ്ടാണ് 63-ാമത്തെ സൂറത്തിൽ കൊടുത്തത് എന്ന് ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയം കണ്ടായാൽ പിന്നെ നീട്ട്. റസൂലുള്ളാഹിക്ക് എങ്ങാനും ഒരു സെക്കൻഡ് അങ്ങനെ നീണ്ടു കിട്ടിയാൽ അത് ലോകം മൊത്തം പ്രകാശിക്കൂലേ? നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് അല്ല 10 കൊല്ലം വേണ്ടിയിട്ട് കുറെ ബീത്തിനും ബസാദ് ഉണ്ടാവുന്നല്ല. എന്നിട്ട് നീട്ടിക്കൊടുത്തില്ല. അപ്പൊ നമ്മളെ കാര്യം പറയണം. ചിന്തിക്കണേ, ഗൗരവത്തിൽ ചിന്തിക്കണേ മുഅ്മിനായ മനുഷ്യ. വാള് ചെകിട് കൊണ്ട് കേട്ടാൽ പോരാ, കൽബ് കൊണ്ടൊന്ന് കാണണേ, കൽബ് കൊണ്ടൊന്ന് കേൾക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബനൂ ഇസ്രായേലിലുള്ള ആ സ്വാലിഹത്തായ പെണ്ണ് ഭർത്താവങ്ങ് തളർന്നു, ചലനമറ്റു, ശ്വാസം വിട്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടക്കുന്ന പരീക്ഷണത്തിന്റെ പാറക്കെട്ടിൽ പെട്ടപ്പോ ഉപജീവനത്തിന് വേണ്ടി ഓടി നടക്കാൻ വയ്യ, കച്ചവടം നടത്താൻ വയ്യ, മക്കളെ പോറ്റാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കാര്യമോർത്തുകൊണ്ട് സ്വാലിഹത്തായ ആ ഭാര്യ അങ്ങ് കരയുകയാ. നല്ല അഭിമാനമുള്ള കുടുംബമാ, പക്ഷെ കുടുങ്ങിയ അവസ്ഥയല്ലേ. പട്ടിണി കടന്നുകൊണ്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് മക്കളങ്ങ് കരയുകയാ. ഉമ്മ, ഇന്നുകൂടി പട്ടിണി കിടന്ന ഞങ്ങൾ മയ്യിത്താകും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളങ്ങ് കരഞ്ഞപ്പോ ചലനമറ്റ് കിടക്കുന്ന പ്രിയപ്പെട്ട സ്വാലിഹായ ഭർത്താവ് സ്വാലിഹത്തായ ഈ ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, നമ്മുടെ അയൽവാസി ധനാഢ്യനായ മനുഷ്യനാണ്, അദ്ദേഹം പാവങ്ങളെ സഹായിക്കാൻ താല്പര്യമുള്ളവനാണ്, നമ്മളെ യാചിക്കാൻ വെറുപ്പുള്ളവരാ. പക്ഷെ ഇത് ലറൂറത്തിന്റെ ഘട്ടമാ. ഇനിയും മക്കൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവര് മരിച്ചു പോകോ. അതുകൊണ്ട് നീ ആ മനുഷ്യന്റെ അരികിൽ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ ഒന്ന് ചോദിച്ചു വാ, അല്ലാഹു നൽകുന്നതാണ്. ഈ പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങിയിട്ടുള്ള ഈ പെണ്ണ് ആ ധനാഢ്യനായ മനുഷ്യന്റെ കൊട്ടാരത്തിൽ കയറി മട്ടുപ്പാവിൽ കാറ്റുകൊണ്ടിരിക്കുന്ന മനുഷ്യന് സ്വാലിഹത്തായ ഒരു പെണ്ണ്, അദ്ദേഹം മാത്രമുള്ള സമയമാ, കുടുംബക്കാർ വിരുന്നിന് പോയതാ. ആ സമയത്ത് അയൽവാസി പെൺകുട്ടി കയറി വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ തരുമോ? എന്റെ ഭർത്താവ് തളർന്നു കിടക്കുകയാ, മക്കള് വിശപ്പിന്റെ ആധിക്യം കൊണ്ട് കരയുകയാ, നിവർത്തിയില്ലാതെ വന്നതാണ്, ഒരൽപ്പം ഭക്ഷണത്തിനുള്ള പൈസ തരുമോ? നല്ല മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷെ ഒരു പെണ്ണും ആണും കൂടി ഒരുമിച്ച് കൂടിയാൽ സംഗതി ആകെ വഷളാവും. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ.
ഈ ലോകത്തിന്റെ ഗതി മാറിയത് പെണ്ണിന്റെ തൊളിവെളുപ്പാണ്. ഈ ലോകത്ത് ആദ്യം സംഭവിച്ച തെറ്റ് കാബീൽ ഹാബീലിനെ കൊന്നാണ്. അതിന് കാരണം ഒരു പെൺകുട്ടിന്റെ ഭംഗിയാണ്. അതിന് കാരണം ഒരു പെണ്ണിന്റെ ഭംഗിയാണ്. യൂസുഫ് നബി സ്വലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല. യൂസുഫ് നബി സ്വലാം തെറ്റ് ചെയ്യൂല, ഇസ്മത്തിന്റെ പ്രകൃതിക്കാരാണ്. എന്നാലും ജയിലിൽ കടന്നു, കാരണം ഒരു പെണ്ണാണ്. ആ പെണ്ണ് പിന്നെ യൂസുഫ് നബിന്റെ ഭാര്യയേറ്റ് വന്നു. ഭാര്യയേറ്റ് വന്നപ്പോ പിന്നെ യൂസുഫ് നബിനോടുള്ള ബന്ധമൊക്കെ പോയിട്ടോ. യൂസുഫ് നബിന്റെ ഭാര്യയേറ്റ് വന്നപ്പോ സലീഹാവിന്റെ പണി എന്താ അറിയോ? ഒറ്റക്ക് പോയി നിന്നിട്ട് ദിക്റിലിട്ട് ഇങ്ങനെ കാര്യം. അപ്പൊ യൂസുഫിനെ മുമ്പിലൊക്കെ ഒന്നാണ് പോയി നോക്കും, അണ്ടൊന്നും തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ യൂസുഫിനെ ചോദിച്ചു, അല്ലേ പഴയ പ്രേമൊന്നും ഇപ്പൊ ഇല്ലേ? ഞാൻ തന്നെ അല്ലേ, നിങ്ങൾ എന്താ പിന്നെ നോക്കാത്തെന്ന് വെച്ചു. അപ്പൊ സലീഹാബി പറഞ്ഞു, അത് അന്ന് എനിക്ക് ആരെയാണ് പ്രേമിക്കേണ്ടതെന്ന് അറിഞ്ഞില്ല. ഞാൻ ഒന്നും അറിയാത്ത ബോധമില്ലാത്ത ഭ്രാന്തുള്ളൊരു സമയമായിരുന്നു അന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞു നോക്കിയത്. ഇപ്പൊ സത്യത്തിൽ സ്നേഹിക്കേണ്ടതെന്ന് ആരെയെന്ന് എനിക്ക് പിടുത്തം കിട്ടി. ആ പടച്ചനോട് ഞാനൊന്ന് സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ, നിങ്ങളൊന്നാണ് മാറിയെന്നാണ്. സംഗതി പിടുത്തം കിട്ടിയാൽ നമ്മൾ വിടും, അങ്ങനെയല്ലേ? സലീഹ ബീവി യൂസുഫ് നബിനെ ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ റൂമിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായത് ആരിഫ്യങ്ങൾ എഴുതിയൊക്കെ ഉണ്ട്. അപ്പൊ യൂസുഫിനെ ഞാൻ കരഞ്ഞു എന്നാണ്. സലീഹാബി യൂസുഫ് അലൈഹി ഇസ്ലാമിനെ സ്വാധീനിക്കുന്നതിന് മുമ്പ് സലീഹാബിന്റെ റൂമിൽ ഒരു ബിംബം ഉണ്ടായിരുന്നു. ആ ബിംബത്തിന്റെ മുഖത്ത് ഒരു ടവലിട്ട് മൂടി. എന്തിന്? ഈ പണി എങ്ങാനും ചെയ്യുകയാണെങ്കിൽ ബിംബം കാണണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്. ആ സമയത്താണ് ഒരു ജമാദായ, ബുദ്ധിയില്ലാത്ത, ഹയാത്തില്ലാത്ത ഒരു ജീവി, ഒരു സൃഷ്ടി, ആ സൃഷ്ടിയെ ദൈവമായി പരിഗണിച്ചു എന്ന ഒരൊറ്റ വിശ്വാസത്തിന്റെ ഭാഗമായി ഈ പെണ്ണൊരുത്തി മുഖത്ത് മുണ്ടോട്ട് കൊടുത്താൽ എല്ലാം നോക്കിക്കാണുന്ന പടച്ചോനെ ഈ പെണ്ണെന്താ പേടിക്കാത്തത്? അതുകൊണ്ട് അള്ളാഹുവെ, നിന്നെ കുറിച്ചുള്ളൊരു ബോധം ഈ പെണ്ണിന്റെ കൽബിലേക്ക് നീ കൊടുക്കണേ എന്ന് യൂസുഫിന് ഇതായിരുന്നു. അതിന്റെ ബർക്കത്തുകൊണ്ടാണ് സലീഹാബി കൊണ്ടുവന്നത്. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട്. ഖബറിൽ പ്രകാശം കിട്ടണമെങ്കിൽ കൽബ് പ്രകാശിക്കണോ? കൽബ് പ്രകാശിക്കണമെങ്കിൽ സ്വാലിഹീങ്ങളുമായി സഹവസിക്കണേ. രണ്ടും കിട്ടാൻ ഒറ്റ മൂലിക ഈ സദസ്സിനെ ഞാൻ പറഞ്ഞുതരാം. ഖബർ പ്രകാശിക്കണമെങ്കിൽ കൽബ് പ്രകാശിക്കണം. കൽബ് പ്രകാശിക്കണമെങ്കിൽ ചോറയിക്കണം, സ്വാലിഹ്യങ്ങളെ സ്നേഹിക്കണം, സഹവസിക്കണം, സ്വാലിഹ്യങ്ങളായിട്ട് സഹവസിക്കണം. അപ്പൊ വേഗം ഞാൻ നന്നാവും. ഞാൻ ഒരുപാട് ചെറുപ്പക്കാരെ എനിക്ക് വിളിച്ചു ചോദിക്കലുണ്ട്, നിങ്ങളെ വേല കേട്ടിട്ട് നന്നാവണം തോന്നുന്നു, നന്നാവുള്ള ഒരു വഴി പറഞ്ഞു തരുമെന്ന്. ഒറ്റ മറുപടി ഞാൻ പറഞ്ഞു, നിങ്ങളെ മഹലിൽ ആരാ സ്വാലിഹ്യങ്ങൾ, അവരെ കൂടെ കൂടിക്കൂടിയെന്ന് പറഞ്ഞു. കേവലമായ ഒരു വേല കേട്ടാൽ പെട്ടെന്ന് നന്നാവൂല. അങ്ങനെ കേട്ടിട്ട് തരിച്ചിരിക്കാൻ പറ്റുമോ? തന്നെ നരകോ അല്ലാ അല്ലാ. ഭാര്യ പോയാൽ കാണാൻ റിമോട്ട് എടുത്തുകൊണ്ട് സിനിമ കണ്ടിട്ട് മമ്പൂട്ടിന്റെ തലണ്ടിട്ട് സംഗതി മാറി. കാരണം എന്താ? ഈ കൽബിന്റെ പേര് കൽബ്. കൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മറിയണ സാധനം എന്നാ. ഇങ്കലബ എങ്കലിബ് എങ്കലാബൻ മുങ്കലിബൻ. അതിന് മജൂലില്ലാത്തതുകൊണ്ട് ഞാൻ സർഫാക്കണില്ല. എങ്കലാബ് എന്ന് പറഞ്ഞാൽ മറിയാന്നാ. അതിനാണ് കൽബ്. മറിയാ 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 മറിയ. അത് മറിയും, അത് മറിയും. അങ്ങനെയാണ്. അത് മറിഞ്ഞുകൊണ്ട് കുറെ പോയിന്റ് നിൽക്കാൻ പ്രയാസമാണ്. റാബിയത്തുൽ അദവിന്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. ചൊറുക്കുള്ള ഒരു പെണ്ണാണ്, സുന്ദരിയും സുശീലയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഇങ്ങനെ വന്നപ്പോ റാബിയത്തുൽ അദവിന്റെ റൂമിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. റാബിയത്തുൽ അദവി എടുത്തു കൊടുത്തു. ഇതാ എൻ്റെ മുഖം നയിക്ക് നോക്കിക്കളയാറിന്. അതിൽ ഈ പെണ്ണ്, ആ പെണ്ണിന്റെ സൗന്ദര്യമുള്ള മുഖം നോക്കിയപ്പോ കണ്ണാടി കയ്യിൽ നിന്നാണ്ട് വീണു. ചിലി ചിലി എന്ന് പറഞ്ഞിട്ടാണ് പൊട്ടി. അതിൽ റാബിയത്തുൽ അദവി പറഞ്ഞു, ഇതന്നെയാണ് കൽബിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. അവരൊക്കെ അയിമന്ന് നേരെ അങ്ങോട്ടാ പോവാ. ഇങ്ങനത്തെ അനുഭവത്തിനൊക്കെ നേരെ അങ്ങോട്ടാ പോവാ. അപ്പൊ ഈ പെണ്ണ് വെച്ചെന്താ വെച്ചു, അത് ഈ കണ്ണാടി എന്നോട് പറഞ്ഞൊരു സംസാരമാണത്. ഈ കണ്ണാടിയിൽ ഒരുപാട് മുഖങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. അതിൽ സൗന്ദര്യമുള്ള മുഖമുണ്ട്, വികൃതമായ മുഖമുണ്ട്, വൈകല്യമുള്ള മുഖമുണ്ട്, മുഖക്കുരുള്ള മുഖമുണ്ട്, പാടുള്ള മുഖമുണ്ട്, അന്നെപ്പോലത്തെ മുഖമുണ്ട്. ഒരുപാട് മുഖങ്ങൾ മാറി മാറി പതിഞ്ഞ ഈ കണ്ണാടി അവസാനം പാടുകളും കുഴപ്പങ്ങളും ഒന്നുമില്ലാത്ത നല്ല വടിവത്ത സൗന്ദര്യമുള്ളൊരു മുഖം പതിഞ്ഞപ്പോൾ ഇനി മറ്റൊരു വികൃതമായ മുഖം എന്നിൽ പതിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് തകർന്ന് സ്വയം തകരുകയാണ് ചെയ്തത്. എന്നതുപോലെ ആയിരിക്കണം പെണ്ണെ നിന്റെ കൽബും എൻ്റെ കൽബും. ഇതിൽ പലതും ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് ഖബറിലേക്ക് പോകുന്ന അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് കൽബിൽ പതിയുന്നത് നല്ല ചിത്രമായിരിക്കണം. അതിന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നാമേം പറയും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നും കൂടി പറഞ്ഞോളി, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതിന് പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, മുഅ്മിനീങ്ങളെ, നാട്ടിലുള്ള സ്വാലിഹീങ്ങളുമായി സഹവസിച്ചോ.
മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹു ഇശാ നിസ്കരിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് അല്ലാ 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 എന്ന ഇസ്മ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പള്ളിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു പോകുമ്പോഴേ അല്ലാ 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 ആര് അതാ അതാ ആര് അല്ല ആര് എന്നാലല്ലേ ഇപ്പൊ വാക്കി എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആര് കുഞ്ഞാറൊക്കെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് ഏശ നിസ്കരിച്ചു വരുമ്പോ ഒരു അല്ലാ 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 ആ മാലിക്കിന് എവിടുന്നാ ഇപ്പൊ നോക്കുമ്പോ കള്ളുടിച്ചിട്ട് ചെറുപ്പക്കാരൻ വീണെടുക്കാണ്. കള്ളുടിച്ചവനാണ് അള്ളാനെ വിളിക്കുന്നത്. നമ്മളാളെ എന്താ ചെയ്യാ, ബാഗ് ഏലയും കൂട്ടി പിടിച്ചിട്ട് ഈർക്കലുമ്പോൾ തോണ്ടിയാണ്ടിടും. പായ അള്ളാനെ വിളിക്കാൻ കണ്ടാള് അങ്ങനെ അള്ളാനൊക്കെ ഇപ്പം മറ്റാൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ, വേറെയുള്ളവർക്ക് വിളിക്കാൻ പറ്റൂല. നമ്മളൊക്കെ പരിപാടി അങ്ങനെയല്ലേ, നമ്മൾ വേഗം പണിയേക്കും, അല്ലെങ്കിൽ കല്ലുമ്മൊക്കെ എടുത്തിടും, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ട് നോക്കിയിട്ട് പൊട്ടം കണ്ട രണ്ടേ അങ്ങോട്ട് ചവിട്ടും അല്ലേ. അള്ളാനെ കള്ളുടിച്ചിട്ട് ഹാമൊക്കെ ഇനി പറയാൻ ബാക്കിയുള്ള ഒന്നും ഉണ്ടാവില്ല. മാലിക് ബിൻ ദീനാർ ചെയ്തതല്ല. മാലിക് ബിൻ ദീനാർ ഇങ്ങനെ നിന്ന് ഈ കുട്ടി ഇങ്ങനെ വീണെടുക്കല്ലേ നീപ്പിച്ച് ഇരുത്താൻ വേണ്ടിയിട്ട് കുമ്പിട്ടപ്പോ കള്ളും മണത്തിട്ട് നിൽക്കാൻ വയ്യ. കള്ളുടിയന്മാരാണെങ്കിലും ചിലപ്പോൾ നല്ലതൊക്കെ പറയും. ഞാൻ നാളെ തിരൂര് ഒരു വാള് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു സലാമുണ്ട്. അല്ല ഇത് പുറത്ത് കേൾക്കുന്നുണ്ടല്ലേ, ഓനും കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഏതായാലും നല്ലതല്ല പറയണത്. അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് നിന്നിട്ടാണ് വീണിട്ട് ഈമാൻ്റെ കാര്യത്തിൽ പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞ് കള്ള് ചാപ്പെന്നാണ് വരുന്നത്. കള്ളുടിച്ചിട്ട് മണത്തിട്ട് നിൽക്കാൻ വയ്യ കള്ള്. എന്നിട്ട് തോളക്ക് വന്നിട്ട് പറയാണ് റഹ്മാനെ ഈമാൻ്റെ കാര്യം അങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. കള്ളുടിയന്മാരാണെങ്കിലും ചിലപ്പോൾ നല്ലത് പറയും. അങ്ങനെ ഉണ്ടല്ലോ, കള്ളുടിയന്മാരല്ലേ ചിലപ്പോൾ വലിയ വലിയ കള്ളന്മാരെ നല്ലത് പറയുന്നത്. സഹ്ലു ബിൻ അബ്ദില്ല എന്നിട്ടൊരു വലിയ മഹാ ഉണ്ടായിരുന്നു. ഓലൊരു കാട്ടുകൂടി ഇങ്ങനെ പോണ സമയത്ത് എന്തേ വേണ്ട വേണ്ട വെള്ളം വേണ്ട വെള്ളം ഒക്കെ ഞാൻ കുടിച്ചോളാം, വേണമെങ്കിൽ കുടിച്ചു. സഹ്ലു ബിൻ ഇതാ സംഗതി ആവുന്നല്ല, പിരിവിന്റെ സമയിക്കണെന്നാണ് പറഞ്ഞത്, എനിക്കറിയായിട്ടല്ല. അതൊക്കെ ഇപ്പം നമുക്കറിയാം. ഈ വെള്ളം ചോയ്ക്കൽ പിരിവ് തുടങ്ങുന്ന സമയത്താണ്. അതിൻ്റെ മുമ്പ് നെറ്റിങ്ങൾ തൊണ്ട വരണമൊന്നും കാണൂല. അപ്പോൾ അതൊക്കെ ഇൻഷാല്ലാ ആ സമയത്ത് നടന്നോളും. മമ്മിക്ക ഒക്കെ നടന്നു. പിരിവ് ലക്ഷ്യമാക്കണ്ട, പിരിവൊക്കെ ഞാൻ പൈസ ചോദിച്ചാൽ ഞങ്ങൾ തരൂലേ? എന്താ ആരും ഉണ്ടാത്തത്? എനിക്കല്ല ഞാൻ ചോദിക്കണേ, നിങ്ങളെ നാട്ടിലെ ദീനീ സേവനത്തിന് പൈസ ചോദിച്ചാൽ ഞങ്ങൾ തരൂലേന്ന്. അങ്ങനെ കേട്ടോ ഇനി വേഗാണ്ട് പിരിവിന്റെ സമയത്ത് നീ ചോദിക്കാളി ഉറക്കം അച്ചമ്പളി ഉണ്ടാക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് അയാളാ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അള്ളാഹു തആല നന്നായിട്ട് കൊടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കൂട്ടരെ ഇതൊക്കെ കൊടുത്തത് അവിടെ പോയാൽ തപ്പിയുണ്ടാവുള്ളൂ. നമ്മളിവിടെ എടുത്തുവെച്ച് ബാക്കിയുള്ളതൊക്കെ പെണ്ണുങ്ങളും കുട്ടികളും പുട്ടടിച്ച് തിന്നു. എന്താ നമ്മളാണ് പോയി ഇദ്ദ കഴിയാനടല്ലാതെ ഐറ്റങ്ങൾ വേറെ കല്യാണം നോക്കും. ഇദ്ദാണ്ട് കഴിഞ്ഞാൽ 4 മാസം 10 ദിവസമായി കഴിഞ്ഞല്ലോ. ഗർഭിണിയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പ്രസവിച്ചാൽ ഇദ്ദ കഴിഞ്ഞു. പിന്നെ ഓല അടുത്ത ആളെ തരികയാണ് ഈ കാലം. ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ പിടിച്ചിരിക്കും. അത് ആൾക്കാരുടെ ഇടയിൽ തിന്നാൻ മോശമല്ലേ എന്ന് വെച്ചിട്ട് 2-ാം ദിവസം തലയും തിന്നാത്ത കൂടി കലാ വിട്ടി ചാമ്പും ചെയ്യും. നമ്മളിവിടെ എന്ത് ഇട്ട് പോയാൽ അതൊക്കെ ഓൽക്കും കുട്ടികൾക്കുള്ളതാണ്. നമ്മളാണ്ട് പോയാൽ ചിലപ്പോൾ നമ്മളെ എതിർ പാർട്ടിയിലുള്ള ആളായിരിക്കും ഓല് കല്യാണം കഴിച്ചിട്ടുണ്ടാകുക. നമ്മൾ കടം വാങ്ങി ഉണ്ടാക്കിയ പൊരയിൽ മാർബിളും ഇയാളുണ്ടാകും കുപ്പാൻ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കും. നമ്മളിപ്പോൾ കവറിൻ്റെ അടിയിൽ പുഴുക്കളയും കൂട്ടി പിടിച്ചിട്ട് അങ്ങനെ ഇത്ര ഒരു അന്തമില്ലാത്തൊരു കൗമായിട്ട് നമ്മൾ മാറണം. അപ്പോഴെങ്കിലും ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് കുറച്ച് നമുക്ക് കവറിൽ ഉണ്ടാക്കിയ കൂടെ നിങ്ങൾക്ക് ഇതൊക്കെ കൂടി ഇട്ടെറിഞ്ഞ് പോയാൽ എന്താ കാര്യമുള്ളത്? ഒന്നുമില്ലല്ലോ. പോകുമ്പോൾ ആകുള്ളത് 3 കഷ്ണം തുണി, മൂക്കിൽ കുറച്ച് പഞ്ഞും, എന്നിട്ട് വായന അങ്ങനെ പോയി കിടക്കുക. നോക്കാം നിങ്ങൾ, ഈ പഞ്ഞും തുണി തന്നെ വരാൻ കാരണം എന്താ അറിയോ? അള്ളാന്റെ ഔദാര്യാണ്. കാരണം ഭൂമിയിൽ നിന്ന് മനുഷ്യനെങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഭൂമിയാണ്ട് കരഞ്ഞു, നരകത്തിലിടുന്ന ആൾക്കാരെ എൻ്റെ ശരീരം കുറച്ച് ഉണ്ടാക്കരുത് പറഞ്ഞിട്ട്. അപ്പൊ അള്ള പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ എടുത്തൊക്കെ അനക്കന്നെ തരുമ്പോൾ കുറച്ച് എക്സ്ട്രയും തരും എന്ന് പറഞ്ഞു. അതാണ് പഞ്ഞും മൂട് തുണിയും. അള്ള കൊടുക്കുമ്പോൾ പലിശ ആവൂല. അല്ലെങ്കിലും കടം വാങ്ങിയ ആൾ തിരിച്ചു കൊടുക്കുമ്പോൾ കൂട്ടി കൊടുത്താൽ പലിശ ആവൂല. തന്ന ആള് വ്യവസ്ഥ വെക്കാൻ ഞാൻ മതി. അതാ കൊളായോ? ഒന്നും കൂടി പറഞ്ഞുതരാം. മസാല പ്രശ്നമാക്കണ്ട. എന്താ അറിയോ, ഞങ്ങളിരുന്നൊരു 10,000 കടം വാങ്ങാൻ നോട്ടാ. നിങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല, ഷർത്ത് വെച്ചിട്ടില്ല. തിരിച്ച് ഞാൻ തരുമ്പോൾ എൻ്റെ ആഗ്രഹത്തിന് ഒരു 10,500 അല്ലെങ്കിൽ 11,000 തരികയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. അത് പലിശ ഒന്നുമല്ല. നിങ്ങൾ ആഗ്രഹിക്കരുത്, നിങ്ങൾ ഷർത്ത് വെക്കരുത് നോക്കണം. അതാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ നിന്ന് എടുത്തത് തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് തുണിയും പഞ്ഞും കൂട്ടി കൊടുക്കണം. കണ്ടോ?
അതുകൊണ്ടാണ് കിട്ടുന്നത്. പിന്നെ വേറെ ചില പണി പഞ്ഞോണ്ട് അവിടെ നടക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ചിന്തിക്കണേ. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാലുറങ്ങാമോ കേടാ. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പോട്ട, ഫന്തം ഫീടിച്ചാൽ ഫജിറാമോ പൊട്ട. പൊട്ടാനി മുന്തുള്ളി പിഞ്ചോരെ കാട്ട, പിന്നീന്ന് കാട്ടം ചുമന്നോരെ കൊട്ട. പെട്ടൊന്ന് ചത്താൽ ചകമല്ലേ പോട്ട, പറഞ്ഞിന്നോടൽക്ക് ബഹുമാനം പൊട്ട. കൽബ് തുറന്നൊന്ന് ചിന്തിക്കുകയും നിങ്ങളല്ല ഞാനും നമ്മളെല്ലാവരും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അള്ളാഹ് ഇങ്ങനെ വിളിച്ച് കരനോർത്ത് പോയപ്പോൾ കള്ള് മണക്കുന്നുണ്ട്. അപ്പം മാലിക് ബിൻ ദീനാർ ചിന്തിച്ചു, അള്ളാഹ് വല്യോനല്ലോ, ഈ ചെങ്ങായി കള്ളു കുടിച്ചിട്ട് ചുണ്ടും വായൊക്കെ നജസായി കിടക്കല്ലേ, ഈ നജസായ ചുണ്ടിന്റെ ഇടയിൽ കൂടി അള്ളാഹ് എന്നുള്ള ഇസ്മ വരാൻ പറ്റൂല, കാരണം അള്ളാഹു മഹാനാണ്, അത് നജസ് കൂടി വരണ്ട എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അത് ചിന്തിച്ചിട്ട് മാലിക് ബിൻ ദീനാർ എന്ത് ചെയ്ത്, അള്ളാഹ് എന്നുള്ള ഇസ്മിനെ ബഹുമാനിച്ചിട്ട് ഇവന്റെ ചുണ്ടും വായും നാവും തൊള്ളയൊക്കെ ഒന്നാണ് കൈ കൊടുത്തു. അപ്പത്തെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ശരിക്കും കൈ കൊടുത്തു. നീ അള്ളാഹിനെ വിളിച്ചോ, കാരണം കള്ള് എന്ന് പറഞ്ഞാൽ നജസാലോ. ഒരു കുപ്പി കള്ളു കുടിച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു കുപ്പി മൂത്രം കുടിച്ചു എന്നാണ്. കാരണം കള്ള് നിന്റെ തുണിയിൽ ഉറ്റിയാൽ ആ തുണി കൊടുത്ത് നിസ്കാരം ചെയ്യാവില്ല. ഒരു കുപ്പി കള്ളു കുടിച്ചവനും ഒരു കുപ്പി മൂത്രം കുടിച്ചവനും ഒരു വ്യത്യാസമില്ല. ഒരു കുപ്പി കള്ളുടിച്ചവനും ഒരു കുപ്പി രക്തം കുടിച്ചവനും ഒരു വ്യത്യാസമില്ല. ഒരു കുപ്പി കള്ളുടിച്ചവനും ഒരു കുപ്പി ഛർദിച്ച ഉച്ചിഷ്ടം നക്കിയവനും ഒരു വ്യത്യാസമില്ല. അതിന് പുറമെ കള്ളിന് അള്ളാന്റെ ലഅനത്ത് വേറെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമയും പറയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മാലിക് ഇബ്നു ദീനാർ കള്ളു കുടിച്ചുകൊണ്ട് പാതിരാവിന്റെ ഉള്ളറയിൽ കൽബ് കേടുവന്നുകൊണ്ട് ശുദ്ധിയില്ലാതെ കിടക്കുന്ന ചെറുപ്പക്കാരന്റെ വായ വൃത്തിയാക്കി കൊടുക്കുകയാ. എന്തേ അല്ലാഹ് എന്ന ഇസ്മിനെ ബഹുമാനിച്ചതാ. ആ ഇസ്മിനെ ബഹുമാനിച്ചിട്ട് വായ വൃത്തിയാക്കി കൊടുത്തു. മാലിക് ഇബ്നു ദീനാർ പരയിൽ പോയിട്ട് കടന്നു. രാത്രി എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു. ബാങ്ക് കൊടുത്തപ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഇമാമിൻ്റെ വലതുഭാഗത്ത് നിന്നിട്ട് കരയണ്. പള്ളിയിൽ സജീവായി. മാലിക്കിന് ഞാൻ വായ കഴുകി കൊടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നേരെ വെളുത്തപ്പോൾ പള്ളിയിൽ. അപ്പൊ ചോദിച്ചു, മോനെ ഇജി എന്നും പള്ളിയിൽ വരാതെ അലമ്പായിട്ട് നടക്കായിരുന്നല്ലോ, ഇപ്പൊ എന്തിയെന്ന് വെച്ചു. അത് ഇന്നലെ രാത്രി എനിക്ക് തോന്നി ഇനി കള്ളു കുടിക്കണ്ടെന്ന് ഞാൻ തൗബ ചെയ്ത് അന്നേതാണ് ഉസ്താദിന്റെ പേരിൽ ഇത് വരക്കണം എന്ന് പറഞ്ഞു. തിരിച്ചു പോയപ്പോൾ മാലിക് ഇബ്നു ദീനാറിന്റെ മയക്കത്തിൽ പടച്ച തമ്പുരാൻ പറയുകയാണ്, അല്ലയോ മാലിക് ഇബ്നു ദീനാർ, നിങ്ങൾ എന്റെ ഇസ്മിനെ ബഹുമാനിച്ചുകൊണ്ട് അവന്റെ ചുണ്ടും നാവും കഴുകി കൊടുത്തപ്പോ നിങ്ങളെ കയ്യിനെ ബഹുമാനിച്ച് അവന്റെ കൽബ് ഞാനും കഴുകിയതാണ് എന്ന് മാലിക് ഇബ്നു ദീനാറിനോട് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ എന്റെ ഇസ്മിനെ ബഹുമാനിച്ചിട്ട് ഓന്റെ വായ കഴുകിയപ്പോ നിങ്ങളെ വിരല് ബഹുമാനിച്ചിട്ട് ഓന്റെ കൽബ് ഞാനുകൊണ്ട് കഴുകിയെന്ന്. ഒരു വിരല്, ഒരു മഹാനായ ആരിഫിന്റെ വലിയന്റെ വിരല് ഒരു കുട്ടിന്റെ ചുണ്ടുമ തട്ടുമ്പോഴേക്ക് കൽബങ്ങട്ട് നന്നാവുക. അപ്പം മഹാന്മാരുമായി ബന്ധപ്പെട്ടിട്ട് നന്നാകുന്നത് പോലെ ഈ ലോകത്ത് ഒന്നുകൊണ്ടും നന്നാവൂല. ഞങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം. ഒരു 80 കൊല്ലം മുമ്പ് മഞ്ചേരി വണ്ടൂർ എന്ന സ്ഥലത്ത് നടന്നൊരു സംഭവമാണ്. നാടിന്റെ പേര് ഓർമ്മയിൽ പോയി. അപ്പോൾ സ്ഥലത്തെല്ലിട്ട് ഇങ്ങോട്ട് എടുത്താണ്. അതുകൊണ്ടാണ് വണ്ടൂർ എന്നുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു 80 കൊല്ലം മുമ്പ് നടന്നത് എന്നോടൊരു തങ്ങൾ പറഞ്ഞതാണ്. അവിടെ മാമുട്ടലിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു വണ്ടൂര്. ഇരുന്നിട്ടാണ് വയല് പറയാ. ഭയങ്കര ഒച്ചയാണ്. ഒരു പടപ്പിനും പേടില്ല അള്ളാന്റെ മാർഗത്തിൽ. മുതലാളിമാർ തെറ്റ് ചെയ്താൽ ഉറക്ക വച്ചിലാണ്ട് പറയും. പാവങ്ങൾ തെറ്റാ റൂമിൽ നിന്ന് പതുക്കും പറയും. അതാളം നമ്മളിന്ന് ചെയ്യണതിന് നേരെ എതിര്. നമ്മളെ കയ്യിലെന്താ, മുതലാളിമാരെ തെറ്റ് ചെയ്താൽ റൂമിൽ നിന്ന് മെല്ലെ സോപ്പിട്ട് പറയും. പാവങ്ങൾ തെറ്റ് ചെയ്താൽ മൈക്കുറന്നു കൊണ്ടും പറയും. നേരെ എതിർ. അല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് മഹലിൽ നല്ല പൈസക്കാരൻ മുതലാളിയാണെങ്കിൽ പിന്നെ വിളിച്ചിട്ട്, അല്ല ആചാര്യരെ ഞാൻ വയല് പറഞ്ഞത് നിങ്ങളെ കുറിച്ചാണ് തെറ്റിദ്ധരിക്കരുത് കേട്ടാ. എന്താ സോപ്പിങ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ കുറിച്ചൊന്നല്ല കേട്ടോ, വേറെ ആചാര്യെ കുറിച്ചാ. അപ്പൊ നിങ്ങളെ പോരെ നടന്ന ഗാനമേള അതൊക്കെ കല്യാണത്തിന്റെ അബ്ഗാൽ സുന്നത്ത് പെട്ടതാണ്. ഒന്നും ഒഴിവാക്കണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതങ്ങനല്ല. മുതലാളിമാർ തെറ്റിയത കശകേറിയും
എന്നിട്ട് തന്നെ പറയും പാവങ്ങൾ തെറ്റിയതാ പുറവിഞ്ഞിട്ട് മെല്ലിയും പറയും. അങ്ങനെ ഒരു മനുഷ്യണ്ടായിരുന്നു വണ്ടൂര്. മഹമുട്ടിയിലെ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വാല് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കൽബോക്കിയിട്ട് വാല് അറിയാം, അല്ലാതെ കാണാൻ പാടാൻ പഠിച്ചെന്ന് ഛർദിക്കലല്ല. ഇന്ന് കുറെ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ വാലിപ്പോൾ അങ്ങനെ കുറേ തള്ളാരും തന്താരും, അവിടെ ഖുർആനും ശാസ്ത്രവും വിഷയമാണ്. ഇറ്റിങ്ങൊന്നും തിരിയോ? ഒന്നും തിരിയില്ല. കുറേ പല്ല് പോയ തന്താരും മുമ്പിൽ കുറെ തിരിയാത്ത തള്ളാര് പേക്കലും. എന്നിട്ട് 1975 അമേരിക്കയിൽ എന്ത് സംഭവിച്ചെന്നറിയോ? അമ്പിലുള്ള ആചാര്യ പൊന്നു കടപ്പം ഒന്നും അറിയില്ല എന്താ സംഭവിച്ചത്. പോയോക്കുമ്പോ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അച്ഛൻ നോണറിയാണ്. അല്ല, ജനങ്ങളെ കൽബോർക്കാനുള്ള. അപ്പോ ജനങ്ങളെ കൽബ് നോക്കിയിട്ട് വാഴ് പറയും. അങ്ങനത്തെ ആളായിരുന്നു മഹമുട്ടിയിലേര്. മഹമുട്ടിയിലേര് ഇങ്ങനെ പള്ളിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വാഴ് പറയുമ്പോ, അപ്പോൾ വാതിൻ്റെ അടിയിൽ കൂടി മഴ ചെയ്തപ്പോൾ പുറത്ത് നിൽക്കാൻ പറ്റാത്തൊരു കള്ളുടിയാൻ പിന്നെ പള്ളിയിൽ കയറി കുടുങ്ങി. വാല വെക്കാൻ കയറിയതല്ല, മഴ ചെയ്ത് കുടുങ്ങി കയറിയതാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. പുറത്ത് നല്ല മഴയാണെങ്കിൽ പള്ളിയിൽ കയറിയിട്ട് എത്തിക്കാഫിനീയത്തിൽ അസ്തപ്പില്ലാതെ ആടെയല്ലെന്നാണ് ആര് പറയാ, അസ്തപ്പില്ലാതെ ആ തീരെ പാന്തം കെട്ടി വെച്ചാലും പള്ളി കയറില്ല. അതിൻ്റെ അടുത്താണ് ഇടിയും മഴയാണ്ട് പെയ്തത്. ഇടിയണ്ട് ഊക്കാണ്ട് കൂടിയപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് കുറേ ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ കൂടി പള്ളിയിൽ പിന്നെ പോണില്ല. ഇടിയണ്ട് വെട്ടിയപ്പോൾ പേടിച്ചതാ. ഒറ്റ ഇടിയോണ്ട് പേടിയടിച്ചാൽ പിന്നെ അള്ള വേണമെന്ന് വിചാരിച്ചൊന്ന് ഇടിച്ചാൽ എന്തായിരിക്കും ഉണ്ടാകുക അല്ലേ? അള്ളാഹു അവൻ്റെ അദാബിലെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മഹമുട്ടി മുസ്ലിയാര് വയല് പറയുന്നതിനിടയിൽ കള്ളുകൊടിയൻ കയറി വന്നു. ആ സമയത്ത് ഉസ്താദ് കള്ളിനെ കുറിച്ച് വയല് പറയുകയാണ്. ബനം കണ്ടപ്പോ വിഷയം കണ്ട് മാറ്റി. കള്ളുടിച്ചാലുള്ള കുഴപ്പങ്ങളും തൗബ ചെയ്യാതെ മരിച്ച പരലോകത്തിന്റെ അപകടം, ഖബറിൽ ചീഞ്ഞു നാറുന്നതും സുബ്ഹാനല്ലാഹ് ഒക്കെ കൂടി അങ്ങോട്ട് പറഞ്ഞിട്ട്, കള്ളുടിയനെ ഖബർ കൊണ്ടുപോയിട്ടാൽ മലക്കുകൾ വന്നിട്ട് അവന്റെ മുഖം ഖിബലയെ തൊട്ട് തെറ്റിക്കുമെന്ന് ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്. കള്ളുടിയനെ കഞ്ചാവ് വലിച്ചോനെ തൗബ ചെയ്യാതെ മരിച്ചാല് നമ്മൾ ഓന്റെ മുഖം കബിലക്ക് നേരെ തിരിച്ചിട്ടാലൊക്കെ എടുത്ത മുസ്ലിം എന്ന നിലയിൽ നമ്മളെ നേരത്തെ ഉസ്താദ് പറഞ്ഞാൽ മൂടയിൽ വെച്ചിട്ട് മണ്ണും പാരിട്ട് നമ്മളാണ്ട് പോയാൽ മലക്കുകൾ എന്നിട്ട് ആദ്യം ചെയ്യുന്ന പണി ഈ മുഖം ഉണ്ടല്ലോ ഇത് കബിലയെ തൊട്ട് തെറ്റിയിട്ട് ഇങ്ങോട്ട് കിടത്തും. കാരണം ഓനക്ക് കബിലക്ക് നേരെ തിരിഞ്ഞെടുക്കാനുള്ള യോഗ്യത ഇല്ല. ഇതാണ് പിന്നെ മുങ്കർണിക്കർ കാണുന്നത്, കബിലയെ തൊട്ട് തെറ്റിയിട്ട് മുഖം കാണുന്നത്. വലിയ സുഖം ഉണ്ടാവുമോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും കാര്യങ്ങളൊക്കെ മഹമുട്ടി മുസ്ലിയാരങ്ങ് പറഞ്ഞു. ആ സമയത്ത് ഒരു ആരിഫായ മഹാനായ മുത്തഖിയായ ആലിമിന്റെ വാളല്ലേ, അത് കൽബിൽ നിന്ന് കൽബിലേക്കുള്ളതല്ലേ. മഹമുട്ടി മുസ്ലിയാരെ വാള് കേട്ടപ്പോ കള്ളുകുടിയനങ്ങ് വിറക്കുകയാ, കണ്ണങ്ങ് നിറയുകയാ. കള്ളുടിയനാണ്ട് വരച്ചോ, കണ്ണും കണ്ട് നിറഞ്ഞു. വാള് കഴിഞ്ഞിട്ട് എല്ലാരും പള്ളിയിൽ നിന്ന് പോയി. കള്ളുടിയാൻ പോണില്ല. കള്ളുടിയാൻ തോന്നിന്റെ വേക്കിൽ അല്ലാ അല്ലാ കൽബ് തുറന്നേ. കൽബ് തുറന്നാ കഴിഞ്ഞു, രക്ഷപ്പെട്ടു. അള്ളാഹുത്തല നമ്മളെ കൽബൊക്കെ തുറന്നേറ്റെ, അള്ളാഹുത്തല നമ്മളെ കൽബൊക്കെ തുറന്നേറ്റെ. അപ്പം അങ്ങനെ തൂണിൻ്റെ ബാക്കിന്ന് അള്ളാഹെന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. ആൾക്കാരൊക്കെ പോയി. മഹമുട്ടിയിലാണെങ്കിൽ അട്ടിപ്പാത്രം ഇങ്ങനെ തുറക്കുന്ന പരിപാടിയിലാണ്, ഉച്ചച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ മഹമുട്ടിയിലെ ഒച്ച ഭയങ്കര ഒച്ചയാണ്. അപ്പം അങ്ങനെ മെല്ലെ തൂണിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് മഹമുട്ടിയിലേറെ പോയിട്ട് അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞാനാണ് ഉസ്താദാ പറഞ്ഞ കള്ളുടിയനെ എന്ന് പറഞ്ഞു. അതൊന്നും ഇപ്പോൾ ഉസ്താദ് പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ ഒക്കാണ് പറഞ്ഞു ഞാനാണ് ആ കള്ളുടിയനെ. എന്നിട്ട് ഇനി ഞാൻ കള്ളുടിക്കോലോ ഉസ്താദേ, എനിക്കൊന്ന് നന്നായിട്ട് ജീവിച്ച് മരിക്കണം എന്ന് പറഞ്ഞു. അത് വേണ്ട. മട്ടിലേറെ നീ കള്ളുടിക്കോ, ഇനി കള്ളുടിക്കൂലെന്ന് പറഞ്ഞു. എന്നാ ഇരിക്കുന്ന പറഞ്ഞു. കുറച്ച് ചോറിട്ട് കൊടുത്ത് അത് കഴിച്ചപ്പോഴേക്കും പിന്നെ 90% ശരിയായിക്കണം. മട്ടിലേറെ എനിക്ക് നന്നാവണോ ഉസ്താദ്, എനിക്ക് ഞാൻ നന്നായി മരിച്ചാൽ മതി, വേറൊന്നും വേണ്ട. എന്നാ എൻ്റെ കൂടെ പള്ളിയിൽ കൂടിക്കോ പറഞ്ഞു. അതാണ് വഴി. എൻ്റെ കൂടെ പള്ളിയിൽ കൂടിക്കോ പറഞ്ഞു. എൻ്റെ കൂടെ കൂടിക്കോ പറഞ്ഞു. ഓനങ്ങോട്ട് കൂടി. നാട്ടിൽ അറിയപ്പെട്ട കള്ളുടിയനാണ്. മഹമുട്ടിയിലേരപ്പാണ് കൂടി. പിന്നെ ഇവനിങ്ങനെ നിസ്കാരം കഥാവിട്ടലും പരിപാടിയായി പള്ളിയിൽ. നേലയും വെളിയും തോബിയൊക്കെ ഒരു കഥ. കുറച്ച് ദിവസമാണ് കഴിഞ്ഞപ്പോൾ മഹമുട്ടിയിലൊരു ഒന്തിയൊക്കെ ഓതി കൊടുക്കാൻ തുടങ്ങി. അവനക്ക് നൂർലബ്സാർ ഒന്തിയൊക്കെ അങ്ങനെ ഓതി കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഓനെങ്ങനെ താടിയൊക്കെ വരാൻ തുടങ്ങി, തലയിൽ തൊപ്പിയൊക്കെ വന്നു. പിന്നെ മഹമുട്ടിയിലേര് വരും കുട്ടികളെ നമ്മൾ പറഞ്ഞാൽ സെയ്ദും അമറും കിലിയും കിൽറ്റിമാരിയായി. ഇല്ലാതെ മഹമുട്ടിയിലേരില്ല, മഹമുട്ടിയിലില്ലാതെ വലിയ മഹമുട്ടിയിലേര് എല്ലാ കാര്യം ഇവനോട് ചർച്ച ചെയ്യും, ഇവൻ എല്ലാ കാര്യം മഹമുട്ടിയിലോട് ചർച്ച ചെയ്യും. എന്നു മാത്രമല്ല, ചിലപ്പൊക്കെ മഹമുട്ടിയിലേര് പുറത്തു പോകുമ്പോൾ ഇവനെ ഇമാമത്ത് തീർത്താനും തുടങ്ങി. മീറാവിൻ്റെ ഉള്ളിൽ ഇവന് അല്ലാഹു അങ്ങനെയുണ്ട് സാർ. അന്ന് മഹമുട്ടിയിലേര് ആ കാലത്ത് ഞണ്ടാടി ശേഖ് നാട്ടിന് മഹാ ഉണ്ടായിരുന്നു. CM വലിയുള്ളതിൻ്റെ ഒക്കെ മശായിഖ്മാരെ പരമ്പരയിൽ അതിന് കാണും. ഞണ്ടാടി ശേഖ് വലിയ ആളായിരുന്നു. ഒരിക്കലും രാവിലെ മഹമുട്ടിയിലേര് ഇവനോട് പറഞ്ഞു, ഞാൻ ഞണ്ടാടി ശേഖനൊന്ന് കണ്ടു വരാം, ഈ പള്ളിയിൽ ഇമാമത്ത് കയറി.
അലിവനെ ഇമാമത്തിക്കാൻ തീരുമാനിച്ചു. ഞാമൂട്ടിയിൽ ഞണ്ടാട് ശേഖരനെ പോയി കണ്ട് ഞണ്ടാട് ശേഖരനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാമൂട്ടിയിൽ പിരിയാൻ നേരത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടെടുക്കാൻ ദിക്കറും തരണം എന്ന് പറഞ്ഞു. അതിൽ ഞണ്ടാട് ശേഖർ പറഞ്ഞു, അതിപ്പോൾ തരാനായിട്ടില്ല, ഞങ്ങൾ പോയി എന്ന് പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഈ മത്തി കൊടുക്കണതിൽ കൊടുക്കാനുള്ളതല്ലേ. ഇന്നിപ്പോൾ ത്വരീക്കത്തിൻ്റെ ബോർഡ് വെച്ചിട്ട് ആളെ വിളിക്കുന്ന കാലമാണ്. അനങ്ങിയ കുത്തുബുസമ്മാൻ, അതിൽ ചുരുങ്ങിയ പരിപാടിയില്ല. ഒരു പഞ്ചായത്തിൽ 500 കുത്തുബുസമ്മാനൊക്കെ കാണും. ഒരു 5-8 മോതിരിട്ടിട്ട് കാടി നീട്ടിട്ട് ഒരു ഒല്ലിട്ട കുത്തുബുസമ്മാനായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും ഇവിടുന്നാ തുടങ്ങണതേ, കുത്തുബുസമ്മാൻ്റെ അവിടുന്നാ തുടങ്ങുന്നത്. അത്തഫ് വായനാണെങ്കിൽ തരക്കടില്ല, കുത്തുബുസമ്മാനാണ് ഇവിടുന്നാ തുടങ്ങുന്നത്. എന്തെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമീൻ പറയും, ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും പറഞ്ഞു, വലിയ നിങ്ങൾ പോയി കൊള്ളിന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചെന്നപ്പോ ഇവൻ ചോദിച്ചു, പിന്നെ അവൻ രണ്ടാട് ശേഖരനെ കണ്ടോന്ന് വെച്ചേ. കണ്ട് ദിക്കറെന്നാന്ന്, ദിക്കർ ഇപ്പൊ തന്നിട്ടില്ല. പിന്നെ മാമൂട്ടിയിലെ ഇവനെ ഏൽപ്പിച്ചിട്ട് വേറെ ദിവസം പോയി. അപ്പോഴും ദിക്കർ കൊടുത്തില്ല. 3 പ്രാവശ്യം പോയി. ആ 3 പ്രാവശ്യം ദിക്കർ കൊടുത്തില്ല. വർത്താനൊക്കെ പറഞ്ഞു, സംസാരിച്ച് ലോകിയൊക്കെ പറഞ്ഞു, ദിക്കർ കൊടുത്തില്ല. ഒരു ദിവസം ഇപ്പം മാമൂട്ടിയിലോട് അറിഞ്ഞേ, ഞാനൊന്ന് പോയി കാണട്ടെ അറിഞ്ഞു. മാമൂട്ടിയിലോട് വെച്ചു, ദിക്കർ വാങ്ങാനോ? ഉസ്താദിനെ രാത്രി എനിക്കേരെ കണ്ട് വർക്കത്തെടുക്കാനാന്ന് പറഞ്ഞു. അതിന് പോയിക്കോ പറഞ്ഞു. അങ്ങനെ ബലെ ഞണ്ടാട് ശേഖരനടുത്ത് സലാം പറഞ്ഞു മടക്കി അവിടെ ഇരുന്ന്, ജാരാ ഞാൻ മാമൂട്ടിയിലേറെ വാള് കെട്ട് തന്നായ കള്ളുടിയാനാണെന്ന് പറഞ്ഞു. ആ ഞണ്ടാട് ശേഖർ ചോദിച്ചു, അവജ് കള്ളുടി മാറ്റിയിട്ടില്ല? പിന്നെ കുടിച്ചിട്ടില്ല, ഞാൻ കുടിക്കൂല്ല ഉസ്താദ് ആർക്കാണെന്ന് പറഞ്ഞു. ഞണ്ടാട് ശേഖരന് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഇരുത്തി പുറക്ക് കൊഞ്ഞെടുത്ത് കുറെ ഉപദേശം കൊടുത്ത്. പിന്നെ ഞണ്ടാട് ശേഖർ പിന്നെ വിടുകയല്ല, അങ്ങനെ വർത്താനം പറയും. പോകാൻ നേരത്തെ ഇവനൊരു ആഗ്രഹമുണ്ട് ദിക്കറ് ചോദിക്കാന്. പക്ഷെ അണ്ണാക്ക് പൊന്തണില്ല. കാരണം മാമൂട്ടിയിൽ കൊടുക്കാത്ത ഇവന് കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് കിനാവിൽ പോലും ആഗ്രഹിക്കാൻ പറ്റൂലല്ലോ. അല്ല, അപ്പൊ അതുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും പൊടിച്ച് മുറുക്കി ഇങ്ങനെ എടുക്കാണ്. ഞാൻ പോട്ടെ എന്നാല് രണ്ടാഴ്ചക്ക് ഇജ്ജ് പോവാ എന്നാ പിന്നെ ഞാൻ പോട്ടെ. അപ്പൊ എനിക്ക് ചെല്ലി പറയാനൊന്നും വേണ്ടേ? ഇങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കണേ, ഇങ്ങോട്ട്. അതില് ഇവന് അവിടെ ഇരുന്ന് 5 വക്ത് നിസ്കാരത്തിന് ശേഷം ചൊല്ലാനുള്ള ദിക്കറും കൊടുത്തു. ഇവനത് കുരങ്ങിന് പൂമാല ഇട്ടുവരേക്കും. ഇവൻ നേരെ അത് വാങ്ങിയിട്ട് ഉസ്താദിന്റെ അടുത്ത് കോടി ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ ഉസ്താദ് എങ്ങനെ മീറാജ് കഴിഞ്ഞിട്ട് മുസ്തഫ നബി പോകുമ്പോൾ മൂസാ നബി വഴിയിൽ തടഞ്ഞിട്ട് എന്തേ കിട്ടിയെന്ന് ചോദിച്ച മാതിരി ചോദിക്കാൻ വഴിയിൽ ഇങ്ങനെ നിൽക്കുക. അസ്സലാമു അലൈക്കും. അസ്സലാം. കണ്ടില്ലേ? കണ്ട്. പിന്നെ എന്നോട് കുറെ വർത്താനം പറഞ്ഞ്, എന്നിട്ട് എനിക്ക് ദിക്കറും തന്നെന്നാണ്. വാല് പറഞ്ഞ ഉസ്താദ് 3 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വിട്ടതാ. ആ സമയത്താണ് കേട്ട് നന്നായ കള്ളുടെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇങ്ങോട്ട് ചോദിച്ചു കൊടുത്തത്. മാമൂട്ടിയിൽ ഇങ്ങനെ തല പറഞ്ഞ്. പിന്നെ മൂല്യന്മാർക്ക് ഒരു സംഗതി ഉണ്ട്, എന്തും വ്യാഖ്യാനിക്കാൻ പറ്റും. അന്നലക്ക് മാമൂട്ടിയിലർ പറഞ്ഞേ, ഞാൻ പോയ ഹാല് ദിക്കർ കൊടുക്കാത്ത ഹാലാണ് ഈ കാര്യം. അല്ല പിന്നെ ഇനിയിപ്പോൾ അതല്ലോ പറയുള്ളത്. ഞാൻ പോയ ഹാല് ഔലിയാക്കൊക്കെ പല ഹാലുമാണ്. ഞാൻ പോയ ഹാല് ദിക്കർ കൊടുക്കാത്ത ഹാലായിരിക്കും. ഈച്ചി പോയ ഹാല് ദിക്കർ ഇട്ട് കൊടുക്കുന്ന ഹാലാണ് ഈ കാര്യം. അതുകൊണ്ട് ഇപ്പൊ ദിക്കർ ഒന്നായിട്ട് കൊടുക്കണ ഹാലാ, ഞാനൊന്ന് പോയോക്കട്ടെയാണ്. അല്ല ഇനിയിപ്പോൾ അത് പറയല്ല നല്ലത്. അപ്പം അത് പറഞ്ഞാണ് മാമൂട്ടിയിൽ മെല്ലെ എണീച്ച അവിടുന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയിക്കോളി, ഇപ്പം അതിൻ്റെ ഹാൽ തന്നെ ആയിരിക്കും പോയിക്കോളി എന്ന് പറഞ്ഞു. ഇയാൾക്കത് അറിയില്ല, ഔലിയാക്കളെ ഹാലൊന്നും മൂപ്പർക്ക് അറിയില്ലല്ലോ. മാമൂട്ടിയിലെ ദിക്കർ കൊടുക്കണ ഹാലാന്ന് ചോദിച്ചിട്ട് ഓടി കളിച്ച് പോയി. അവിടെ പോകുമ്പോൾ ഹാലതൊന്നും അല്ല, പഴയ ഹാലൻ്റെ. മാമൂട്ടിയിലെ എന്ന് വർത്താനം പറഞ്ഞ് നീച്ചു വന്ന നേരത്തെ തലറിഞ്ഞിട്ട്, പിന്നെ എനിക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെല്ലാന്. നിങ്ങൾക്ക് ചെല്ലാനോ? അത് നിങ്ങളെ വേല കെട്ട് എന്നാൽ കള്ളുടിയനെ കൊടുത്തുക്കണല്ലോ, നിങ്ങൾക്ക് തരാനുള്ള അധികാരം കൊടുത്തുക്കണ്. അവിടെ പോയി വാങ്ങിക്കോളി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വാള് പറഞ്ഞ ഉസ്താദ് മുരീദായി, കേട്ട് നന്നായ കള്ളുകൊടിയന് ശൈഖായി. ഇത് മഞ്ചേരി ഈ അതാ സംഭവിച്ചതാണ്. അപ്പോ കൽബ് നന്നായ ഒക്കെ റെഡിയായി. ഇനി ഇന്ന് കള്ളുടിച്ചോ നാളെ ഉസ്താദിന് ദിക്ർ കൊടുക്കാൻ പള്ളിയൊക്കെ കയറി എന്റെ വിവരം അങ്ങോട്ട് അറിയും. അത് വേറെ ഒരു സംഭവം നടന്ന അങ്ങനെ തന്നെ ഒക്കെ നടപ്പിലാക്കാൻ പറ്റൂല. അത് വേറെ. അതങ്ങനെ സംഭവം നടന്നു എന്നാണ് പറഞ്ഞത്. ഒക്കാനിട്ട് പറഞ്ഞ ഒരു പ്രാവശ്യം സംഭവിച്ചോണ്ട് അതിന്റെ അർത്ഥം എപ്പോഴും സംഭവിക്കാതല്ല. അങ്ങനെ സംഭവം ഉണ്ടായി. അങ്ങനെയല്ല ഇപ്പൊ എല്ലാരും അങ്ങനെ നോക്കി നടക്കുന്നത്. ഈ കണ്ണൂർ ഭാഗത്ത് എവിടോ ഒരു നാട്ടിൽ കുറെ കഞ്ചാവ് വലിക്കുന്ന കുട്ടികളെ കൂടി അവിടുത്തെ മഹല്ലിലെ സെക്രട്ടറി പിടിച്ച് നന്നാക്കി. എങ്ങനെ നന്നാക്കിയെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെമ്മീൻ ബിരിയാണി കൊടുത്തു. ഇയാള് കള്ളുടിമാരെ തെരഞ്ഞു പിടിച്ചിട്ട് മദ്രസയിൽ പരിപാടിച്ചു. എല്ലാവർക്കും ചെമ്മീൻ ബിരിയാണി. മഹല്ലിലെ ഖത്തീബിനെ വിളിച്ചു, പ്രസിഡന്റിനൊക്കെ വിളിച്ചു.
ഇവരെ കണ്ട് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ വന്ന് നോക്കുമ്പോൾ പുറത്തുനിന്ന് ആരുമില്ല, എല്ലാ കൂടിയാന്മാരും ഹാളിൽ ഇങ്ങനെ തിന്നുകൊണ്ട് അത് ശരി ഇജുണ്ടല്ലേ അത് വേറെ ആരും ഇല്ലേ. അവർക്ക് ഇങ്ങനെ മനസ്സിലായി ഇതെന്തോ ഒരു വലവീശലാണ് എന്ന്. ഏതായാലും ബില്ലില്ലാതെ കിട്ടിയാലും ഇവരിങ്ങനെ ചാമ്പി ബിരിയാണിയൊക്കെ അടിച്ചു ഏമ്പക്കം വിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഹത്തീബ് പറഞ്ഞ് പോകാനായിട്ടില്ല, എല്ലാവരും കണ്ട് കൂടിയിരിക്കുകയും മുഖം ദ്വാരന ബിരിയാണി ഇവര് നേരത്തെ ഉണ്ടാക്കിയ ഒരു അജണ്ടയാണ്. അതിൽ ബിരിയാണി വാങ്ങിക്കൊടുത്ത സെക്രട്ടറി സ്വാഗതം പറയാൻ നീച്ചിട്ട് മുമ്പ് പറഞ്ഞു, മക്കളെ ഞാൻ നിങ്ങളെ ക്ഷണിച്ചെത്തിയിട്ട് ബിരിയാണി വാങ്ങി തന്നത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇഞ്ഞേന്ന് പറഞ്ഞിട്ടാണ്ട് കരഞ്ഞു. എന്തെന്ന് പറഞ്ഞില്ല. അതിൽ വരെ കാണ്ടുകൊണ്ട് നോക്കാന്ന് പറഞ്ഞു. ബിരിയാണി എന്നാ സെക്രട്ടറി എന്തിനാണോ കരയുന്നില്ല. അതില് ഹത്തീബ് നീച്ചെന്നിട്ട് ഹത്തീബ് പറഞ്ഞു, ചെങ്ങായിമാരെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ സെക്രട്ടറിങ്ങൊക്കെ ബിരിയാണി വാങ്ങി തന്നത്. എന്നിട്ട് അയാൾ കരയുന്നത്, അയാൾ എന്തിനാണ് കരയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ബിരിയാണി വാങ്ങി തന്നിട്ട് അയാൾ കരയുന്നത്, പിന്നെ ഇനി നിങ്ങളാരും കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമാണ് പടപ്പളെ. അതിന് അയാളടുത്ത് വാക്ക് വന്നില്ല, അയാൾ പടഞ്ഞ് കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളാരും ഇനി കള്ളു കുടിക്കരുത് എന്ന് സെക്രട്ടറിയാണ് പറഞ്ഞു. ഓലൊക്കെ തീരുമാനം എടുത്ത് കുടിക്കൂലെന്ന്. ഞാൻ അവിടെ വേദനയായപ്പോൾ ഈ 8-9 ആൾക്കാരും ബക്കറ്റ് പിരിക്കാനും കാല് വെച്ചിടാനും ഇന്നെ കൊണ്ടുവരാനൊക്കെ ഒരു മുമ്പിലാണ് അവലാണത്. ഇത് ഞാൻ എവിടെയോ വേദനയാനപ്പോൾ അവിടുത്തെ കുറേ കള്ളുടിമാരും കൈ തന്നു. ഇവിടെ അങ്ങനെ സെക്രട്ടറി കൊണ്ട് ചെമ്മീൻ ബിരിയാണി വെച്ച് തരാൻ പറയുന്ന അതിനത്ര ഞാൻ പൊട്ടനല്ലല്ലോ. കാരണം ഇവര് പറയണത് ഓൾക്ക് നന്നാനല്ല, ബിരിയാണി അമുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഒരു സ്ഥലത്ത് ഒരു കാര്യം സംഭവിച്ച നിലക്ക് അത് എല്ലായിടത്തും കോപ്പി അടിക്കാൻ പറ്റൂല. അത് പറ്റുമോ? അല്ല അങ്ങനെ പറ്റുമോ? നിങ്ങൾക്ക് ഇതുകൊണ്ട് തിരിയണമെങ്കിൽ ഒരു നാടൻ തമാശ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് ആരും മരിച്ചാലും ഒരു മൊല്ലാക്ക് കയറി ചെല്ലും. മൊല്ലാക്ക് കയറി ചെന്നാൽ 1000 റുപ്യ 500 റുപ്യൊക്കെ ഇങ്ങനെ ആക്കി കിട്ടും. ഇതാ നാട്ടിൽ അന്തല്ലാത്തൊരു അദ്രമ ഉണ്ടായിരുന്നു. ഓനിങ്ങനെ എന്തിച്ചു മൊല്ലാക്കൊക്കെ മരിച്ച പോലെ പോയാൽ 1000 റുപ്യ. ഇതെങ്ങനെയാന്ന് വിചാരിച്ചിട്ട് ഓനൊരിക്കൽ മൊല്ലാക്കൻ്റെ ബാക്കിൽ ഇതിങ്ങനെയാണ് പോയി ഇതൊന്ന് പഠിച്ചിട്ട് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൊല്ലാക്കൻ്റെ പണി എന്താ അറിയോ, ഒരു തള്ള മരിച്ച പൊരയിൽ പോയി ഗൾഫിൽ നിന്ന് മോൻ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമാനെ ബേജാറാണ്ടടാ, ഇത് ഈ നാട്ടിലെ മുത്തുമണിയാണ്, ഇത് എൻ്റെ മാത്രം ഉമ്മല്ല ഞങ്ങളെല്ലാവരും ഉമ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന കുട്ടി 1000 നോട്ടാണ്ട് ഇട്ടെടുത്ത്. അതിൽ അദ്രാമാനെ മനസ്സിലായി ഇതങ്ങോട്ട് കോപ്പി അടിച്ചാൽ മതി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരത്തി മരിക്കുകയാണ്. അതിൻ്റെ ഭർത്താവ് ഗൾഫിലുമാണ്. മൊല്ലാക്കെത്തണേന് ഭദ്രമാൻ അവിടെ എത്തി. കാരണം ആ കേട്ടത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട്. ചെറുപ്പക്കാരൻ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമനെ ഇതൊന്നുകൊണ്ടും ബേജാറാണ്ട, ഈ കിടക്കുന്നത് നാട്ടിലെ മുത്തുമണിയാണ്, ഇത് എൻ്റെ മാത്രം ഭാര്യയല്ല, എൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഭാര്യയാണ്. കോപ്പി അടിച്ചു. അത് പറ്റുമോ? അവിടെ കോപ്പി അടിക്കാൻ പറ്റുമോ? അപ്പൊ 500 നോട്ടല്ല മോന്ത കണ്ടു കിട്ടിയതന്നെ. സുബ്ഹാനല്ലാഹ്. ഞാനിത് മാലിക് ഇബ്നു ദീനാറിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് എഴുതിയതാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മഹാന്മാരോടുള്ള സഹവാസം മുഖേന അള്ളാന്റെ ദീനിന്റെ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് കൽബിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയിട്ട് വിരോധത്തിന്റെ, ശത്രുതയുടെ, അഹങ്കാരത്തിന്റെ, അഹന്തയുടെ, അലച്ചയുടെ, അസൂയയുടെ ഈ എല്ലാ കെട്ടുപാറകളും മഞ്ഞുപോലെ ഉരുകിയിട്ട് ചെയ്തു പോയ തമ്മാടിത്തരങ്ങളുടെ ഹിമാലയ കൂമ്പാരങ്ങളോർത്ത് സർവശക്തനായ സർവജ്ഞനായ അള്ളാന്റെ മുമ്പിൽ എടമോനെ നീ അങ്ങ് പൊട്ടിക്കരഞ്ഞ, ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞ, ദോഷങ്ങൾ ചെയ്തവന് നിബന്ധനയൊത്ത പശ്ചാത്തപത്തോടെ പടച്ചവനോട് ചോദിച്ച് മടങ്ങിയ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ കൽബും ഖബറും എന്ന വിഷയത്തില് ഈ കൽബിൽ കെട്ടുനാറുന്ന ഒരുപാട് ദുരാചാരങ്ങളുടെ ഹീനമായ അവസ്ഥകളും മോഹങ്ങളോ കൽബങ്ങ് അതാ തകർന്നിരിക്കുകയാ, ഇരുണ്ടിരിക്കുകയാ, അത് കറുത്ത പാടുമാറിയിരിക്കുകയാ, കറുത്ത പുള്ളികളെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാ. അതുകൊണ്ടാ അല്ലാഹ് എന്ന് വിളിച്ച് കരയാൻ പറ്റാത്തത്, അല്ലാഹുവിന്റെ റസൂലിനെ ചിന്തിച്ച് സ്നേഹിച്ച് സ്വലാത്ത് ചെല്ലാൻ പറ്റാത്തത്. അതുകൊണ്ടാ ഇപ്പോഴും നമ്മൾ സിനിമ കാണുന്നത്, അതുകൊണ്ടാ ഇപ്പോഴും സെക്സിന് അടിമപ്പെടുന്നത്, അതുകൊണ്ടാ ഇപ്പോഴും ഗൈബത്ത് ഹോബിയാകുന്നത്, അതുകൊണ്ടാ ഇപ്പോഴും നമീമത്ത് രസമാകുന്നത്, അതുകൊണ്ടാ ഇപ്പോഴും നിസ്കാരം കളാക്കുന്നത്, അതുകൊണ്ടാ മൗത്തിന്റെ ഓർമ്മയിൽ നിന്ന് നമ്മൾ അകന്നത്. പൊന്നുമോനെ
പൊന്നുമോളെ, നാം ചെയ്ത തെറ്റുകളെ കൊണ്ട് കറുത്ത പാട് സംഭവിച്ചു. അതാ ഹജറുൽ അസ്വദ് ആദ്യം വെളുവെളുത്ത കല്ലായിരുന്നു. മനുഷ്യന്മാർ ചെയ്ത തെറ്റുകൾ കാരണത്താലാ ഹജറുൽ അസ്വദിന്റെ കളർ മാറിയതെങ്കിൽ ഈ കല്ലിനേക്കാൾ ലോലമായ മനുഷ്യന്റെ കൽബില്ലേ, അത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താ എത്ര കടുത്തിരിക്കുമെന്ന് ആരിഫീങ്ങള് ഹജറുൽ അസ്വദിന്റെ കളർ മാറിയതിന്റെ സംഭവം വിശദീകരിച്ചുകൊണ്ട് സന്ദേശം പഠിപ്പിക്കുമ്പോ, എന്റെ കൽബില്ലേ, നിങ്ങളുടെ കൽബില്ലേ, അതിന്റെ ചളികൾ മായ്ക്കാൻ, കറകൾ മായ്ക്കാൻ, മലീമസമായ അശന്തകളെ പുറത്തേക്ക് വലിച്ചെറിയാൻ അതിനുള്ള വെള്ളം സമുദ്രത്തിലെ വെള്ളമല്ല. ഫയർഫോഴ്സിന് വിളിച്ചിട്ട് കാര്യമില്ല. പക്ഷേ മുഅ്മിനായ മനുഷ്യ, അള്ളാനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങ് കരഞ്ഞാൽ, അള്ളാനെ ചിന്തിച്ചുകൊണ്ട് നീ അങ്ങ് കരഞ്ഞാൽ, ഇന്ന് രാത്രി തന്നെ നമ്മുടെ കൽബങ്ങ് ശുദ്ധിയാകുന്നതാ, നമ്മൾ ഖബറങ്ങ് പ്രകാശിക്കുന്നതാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൽബം പ്രകാശിച്ച് കിട്ടണം, ഖബറും പ്രകാശിച്ച് കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറയുന്നേ, ഈ സ്വാലിഹത്തായ പെണ്ണ്, ആ ചരിത്രം പറഞ്ഞിട്ടാണ് അനുബന്ധമായ കാര്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിയത്. ഈ സ്വാലിഹത്തായ പെണ്ണ് തളർന്നു കിടക്കുന്ന ഭർത്താവിന് ഒരു നിലയിലും ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സ്വയം ചെയ്യാൻ കഴിയാതെ തളർന്നു കിടക്കുന്ന ഈ ഭർത്താവ്, നമ്മുടെ അയൽവാസി മുതലാളി, അദ്ദേഹം പരസഹായിയാണ്. നീ ഒന്ന് പോയിട്ട് മക്കളിങ്ങനെ വിശപ്പുകൊണ്ട് കഠിനമായ പ്രയാസത്തിൽ കരയുകയാണെന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള കാശെങ്കിലും അദ്ദേഹം തരും, എൻ്റെ ദയനീയാവസ്ഥ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ, പടച്ചോനെ പേടിക്കുന്ന ഖൽബിൽ തഖവയുള്ള ഈ പെണ്ണ് ആ ധനാഢ്യനായ മനുഷ്യന്റെ കൊട്ടാരത്തെങ്കിൽ പോയിട്ട് കൈനീട്ടി ലറൂറത്ത് കൊണ്ട് വന്നതാണ്. മനുഷ്യ, എനിക്ക് 3 കുട്ടികളുണ്ട്, എൻ്റെ ഭർത്താവ് തളർന്നു കിടക്കുകയാണ്, ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ ഒട്ടിപ്പിടിച്ച വയറുമായി തളർന്ന് തകർന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് അവർ കിടക്കാൻ പോവുകയാണ്. ഇനി എന്റെ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മരിച്ചു പോകുമെന്ന പരീക്ഷണത്തിന്റെ വക്കെത്തിയത് കൊണ്ട് ഞാൻ നിർബന്ധിതാവസ്ഥയിൽ എത്തിയതാ, ഒരു നേരത്തുള്ള ഭക്ഷണത്തിനുള്ള കാശ് തരണമെന്ന് പറഞ്ഞു. വീട്ടിൽ ആ മനുഷ്യൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇതൊരു പെണ്ണ് മാത്രമാണല്ലോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അയാൾ വലത്തുകടത്തൊക്കെ നോക്കി, ആരുമില്ല. അപ്പൊ ആ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനല്ല, ഒരു മാസത്തിനുള്ള ഭക്ഷണത്തിന് പൈസ തരാം, പക്ഷെ നീ എനിക്ക് നിന്നെ ഒരു 5 മിനിറ്റ് തരണം എന്ന് പറഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാന് ഇടടുത്ത് അബുദാബിയിൽ അതിന് പോയപ്പോ അവിടുന്ന് റൂമിൽ നിന്ന് ഒരാളിങ്ങനെ വല്ലാത്ത നാട്ടിൽ പോകാൻ വിളിച്ചിട്ട് എന്തൊക്കെയോ തെറി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ നിങ്ങളിങ്ങനെ തെറി പറയണ വെച്ചു. അവിടെ ഇരിക്കും പറയാണ്ട്, നിങ്ങൾ വാതിലൊക്കെ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ എന്താ അറിയോ, ഒരു മഹലിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിൻ്റെ അടുത്തേക്ക് ഒരു പെണ്ണ് വേറെയുള്ള സ്ഥലത്ത് പോയിട്ട് പിരിക്കാൻ ഔദ്യോഗികത്തിൽ ലെറ്റർ തരാൻ വേണ്ടി കയറിപ്പോയപ്പോൾ ഇയാൾ പറഞ്ഞല്ലോ, ലെറ്ററൊക്കെ തരാം, പക്ഷേ ഇതേ വാക്ക്, നീ നിന്നൊന്നൊരു 10 മിനിറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പെണ്ണ്, ഇയാളൊരു മൂലയരും കൂടിയാണ്, അങ്ങോട്ട് വിളിച്ചിട്ട് മസാല വയ്ക്കുകയാണ്, നിർബന്ധിത ഘട്ടത്തിൽ എൻ്റെ ശരീരം ആൾക്കൊന്ന് കീഴ്പ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഈ പെണ്ണിനെ ആളിട്ട് ചീത്ത പറഞ്ഞിട്ട് മറ്റവനെ ചീത്ത പറയാണ്. അതാണ് ഞാൻ കേട്ടത്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഈ ചരിത്രം എനിക്കിങ്ങനെ ഓർമ്മ വന്നു. സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് 1 മാസത്തിനുള്ള ഭക്ഷണം ഞാൻ തരാം, പക്ഷെ ഒരു 5 മിനിറ്റ് എൻ്റെ ശരീരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അതിൽ ഈ പെണ്ണാണ് കരഞ്ഞു, ഇന്ന് വരെ ഞാൻ അള്ളാഹുവിനെതിരെ ഇങ്ങനെ ഒരു തമ്മാടിത്തനം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് പറയരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു. അതിവിടെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ പൈസ തരൂല അറിഞ്ഞ് ഈ പെണ്ണ് തിരിച്ചു പോന്നു. ചിന്തിക്കണേ, ചായ അതാ കാപ്പിയോ? ആ, ഉണ്ടാക്കി കൊടുത്തോളൂ, ഇനി ഉണ്ടാക്കണ്ട, അല്ല ഇനി പായസം ഉണ്ടാക്കി കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മളിപ്പോൾ ഇതിൻ്റെ ആൾക്കാരായി മാറി. ഈ തിന്നുക കുടിക്കുക. അപ്പോൾ എല്ലാവരും വയറ് മടിയിൽ വെച്ച് ഇരുന്നിട്ടാണ് കേൾക്കുന്നത്, കാരണം വയറ് ഇറച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി, ചായ, പായസം. ആരോ നാൾ തറാവിൻ്റെ അടിയിൽ കൂടി മിച്ചറും പൊതി ഇട്ട് തരുന്നുണ്ട് തിന്നാൻ. ഈ 2 റക്കാത്ത് ഓടുമ്പോൾ ബോറടിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ആവരുത്. നമ്മൾ ഇന്നുണ്ടാക്കി കാപ്പിയൊക്കെ നമ്മൾ കൊടുത്തോളി, നാളെ പായസം ഉണ്ടാക്കാൻ ഞാൻ മതി. നമ്മളാണെങ്കിൽ വാലിന് പായസം അലുവയും കിട്ടാനായിട്ട് വരും ചെയ്യരുത്. ഞാൻ ചില സ്ഥലത്തൊക്കെ പറയലുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കി എല്ലാവരും സോക്കടുള്ളവരല്ലോ. ഇപ്പോൾ സ്റ്റേജിലാണെങ്കിലും താഴെയാണെങ്കിലും ഷുഗർ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല, കൊളസ്ട്രോൾ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല. ഒരു കാപ്പി ആദ്യം വെച്ചാളിട്ടോ, ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തരാതെ പോകണ്ട. അല്ല, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കൊളസ്ട്രോൾ വരുന്നതെന്ന്. നമ്മൾ പറയും, എങ്ങനെ കൊളസ്ട്രോൾ ഇല്ലായിരിക്കാ, തടി കണ്ടില്ലേന്ന്. എന്നാ പിന്നെ ആനക്കല്ല ഉണ്ടാണ്ട്. കൊളസ്ട്രോളിൽ ആനകൾ കണ്ടുക്കണോ? അല്ല, കൊളസ്ട്രോളിൽ ആന കണ്ടുക്കണോ?
ഷുഗറുള്ള പാമ്പിനെ കണ്ടുക്കണോ? ജലദോഷമുള്ള താവളിനെ കണ്ടുക്കണോ? കണ്ടുകണോന്ന്? തലവേദനയുള്ള ചേരനെ കണ്ടുക്കണോ? കൊരയുള്ള ചെമ്പോത്തിനെ കണ്ടുക്കണോ? പനിയുള്ള എലിനെ കണ്ടുക്കണോ? എലിപ്പനി എലിക്കല്ല നമുക്കാണ്. എലിക്ക് പനിയൊന്നുമില്ല, എലി സുഖമായിട്ട് ഓടി കളിക്കുകയാണ്. അതൊരു ജലദോഷം കൂടി ഇല്ല. ഇതെന്താ കൂട്ടര് നമുക്ക് മാത്രം? ഇവരൊക്കെ കാട്ടിലും മണ്ണിലൊക്കെ ഉള്ളതായിട്ട് അവർക്കൊന്നും സോക്കടില്ല. നമ്മൾ ഈ AC ഉറങ്ങണേ നമുക്ക് സോക്കടും. എന്താ കാരണം? ഞാൻ പറഞ്ഞുതരാം. ഒരു പാമ്പ് ഒരു തവളനെ വിഴുങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിന് ഭക്ഷണം ആയി കഴിച്ചാൽ പിന്നെ നിങ്ങൾ തടിയുള്ള ചൊറുക്കുള്ള തവളനെ വെച്ച് നോക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കൂല. അതിന് തവളനെ തിന്നാൽ 3 ദിവസമാവും. നമ്മളങ്ങനെയല്ല. നമ്മൾ വാള കഴിഞ്ഞാകുമ്പോൾ ചോറ്റുമ്പോൾ ചെന്നാലും നിന്നുങ്ങാണ്ട് നടന്ന് തിന്നു. അപ്പോൾ ഒരു വല്യമ്മ ചോറ് കഴിഞ്ഞാ അവിടുന്ന്. അപ്പം അമ്മ അറിയാണ്, എടാ അയൽവാസിന്റെ കല്യാണത്തിന് ആരും പോയിട്ടില്ലല്ലോ, ഞങ്ങൾ പറയണ്ടേ? അവിടെയും പോയി. അവിടെ വിളമ്പണ ബിരിയാണും പായസമൊക്കെ കൂടി തട്ടിക്കണ്ട് അവസാനം പെരുമ്പാൻ പേരെ ഇങ്ങേരനായി. നാളെ ആരോ കൂടെ സുജൂദ് ചെയ്യാൻ വേണ്ടി എന്നപ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് 3 അണ്ടിപ്പരിപ്പാണ് ധരിച്ചത്. സുജൂദിൽ റിട്ടേൺ അടിച്ചതാണ്. സുജൂദ് കിടന്നിട്ട് കുറച്ചപ്പോൾ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് അണ്ടിപ്പരിപ്പ് തെറിച്ചു പോകുക. കാരണം എന്താ? തൊള്ളയിൽ നിന്നൊന്നും പോകണില്ല. ദീൻ അപ്പോൾ ചോദിച്ചപ്പോൾ 8 ഗ്ലാസ് പായസം കുടിച്ചാണ്. അണ്ടിപ്പരിപ്പ് താഴടിഞ്ഞ പൊന്തി കിടക്കണെന്ന്. ഇമാര് തീറ്റ എന്നാൽ കൂട്ടരെ ഷുഗറേ ഉണ്ടാവുള്ളൂ. നമുക്ക് മൗത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല, കസവത്തുൽ കൽബാണ് കൂടും അതുണ്ടാല്. അതുകൊണ്ട് അള്ളാഹു താല ഞാൻ പല സാസലും ദ്വാരക്കലുണ്ട്, തീറ്റ കുറക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എന്ത് ആമീൻ പറയാത്തെ? ഇജാബത്ത് കിട്ടിയ ഒരു പൊറാട്ടൻ്റെ എണ്ണം കുറയില്ലേ കൂട്ടരെ? അത്രയും ആയുസ് കിട്ടും. അതുകൊണ്ട് ആമീൻ പറഞ്ഞേക്ക് അള്ളാഹു താല തീറ്റ കുറക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഉസ്താദിന് കൊടുത്തേക്കണ അട്ടിപ്പാറത്തിൽ നിങ്ങൾ കുറക്കരുത് കേട്ടോ. നീ അതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടായത്. മൂല്യന്മാർക്ക് കൊടുത്തേക്കണ നന്നായിട്ട് കൊടുത്തോളി. കാരണം അത് റൂമിൽ വേറെ ആൾക്കാരുണ്ട്, ഓൽക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് അവിടെ കുറക്കരുത്. ഏതായാലും ഉസ്താദിന് കുറച്ച് കുറക്കാന്ന് വെച്ചാൽ 10 എണ്ണം കുറച്ചാൽ അടുത്ത വേള് ഖത്തീബിന് 10 കൂട്ടണം എന്നുള്ള ആയത്തും അതീ ചോദിച്ചിട്ടാണ് ഈ കാരണം. അപ്പൊ അതിന് കണ്ട അപ്പൊ ഏതായാലും അല്ല അത് ഞാൻ ഇടക്ക് ഒച്ച ഉണ്ടാക്കണം, നിങ്ങൾ പേടിക്കണ്ട. അതെ എവിടെ എത്തി? ഇപ്പൊ ചരിത്രം എവിടെ എത്തി? അതാ കാപ്പി എടുത്തോടി പോയി. സുബ്ഹാനല്ലാഹ്. ഈ സ്വാലിഹത്തായ പെണ്ണിനോട് ആ ധനാഢ്യനായ മനുഷ്യൻ അനാശാസ്യത്തിന് വേണ്ടി ആവശ്യപ്പെടുകയാ. അള്ളാനെ പേടിയുള്ള പെണ്ണേ, തഖ്വയുടെ കൽബുള്ള മോളാ, തിരിച്ചു വന്നു ഭർത്താവിനോട് പറഞ്ഞു, ഇനി ആ മനുഷ്യന്റെ അരികിലേക്ക് പോകണ്ട. ഭർത്താവ് ചോദിച്ചു, എന്നാൽ വേറെ എവിടെങ്കിലും പോയി വാ, കാരണം കുട്ടികൾ മരിക്കാറായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വേറെ എവിടെ പോകാനാ? പിന്നെ മുതലാളിമാരുടെ പേരും വീടും കുടുംബമൊന്നും അറിയില്ല. ആ സമയത്ത് ഈ പെണ്ണിങ്ങനെ ചിന്തിച്ചു, എനിക്കത് ലറൂറത്തിന്റെ ഘട്ടമല്ലേ? ആ സമയത്ത് അബദ്ധത്തിൽ അങ്ങ് ചിന്തിച്ചു, മനസ്സുകൊണ്ട് വെറുത്താലോ എന്റെ കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ മനുഷ്യന് ഞാനൊന്ന് കീഴ്പ്പെട്ടു കൊടുത്താലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സാലിഹത്തായ പെണ്ണ് രണ്ടാമത് ആ മുതലാളിയുടെ കൊട്ടാരത്തിലേക്ക് കയറി. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഇത് ചോദിച്ച സൗകര്യത്തിന് വേണ്ടി സൗകര്യപ്രദമാവിധം വന്നതാ. ആ മനുഷ്യൻ വാതിലൊക്കെ അങ്ങടച്ചു. സുബ്ഹാനല്ലാഹ്. 1 മാസത്തിനുള്ള ഭക്ഷണത്തിന്റെ കാശ് തരാമെന്ന വ്യവസ്ഥയില് ഈ പെണ്ണങ്ങ് അതാ മലർന്നു കിടക്കുകയാ. ആ മനുഷ്യൻ എല്ലാം ഒരുങ്ങിയിട്ട് നിഷിദ്ധമായ തമ്മാടിത്തരത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങേണ്ട താമസോ ഈ പെണ്ണിന്റെ ശരീരം അങ്ങ് വിറക്കുകയാ, കണ്ണങ്ങ് നിറയുകയാ. അല്ലാ അല്ലാ എന്ന് വിളിച്ച് കരയുകയാ. ആ സമയത്ത് തമ്മാടിയായ ധനാഢ്യൻ ചോദിച്ചു, എന്തേ നീ അള്ളാനെ വിളിച്ചുകൊണ്ട് ഇത്ര വലിയ സൗകര്യമുള്ള സമയത്ത് കരയുന്നത്? ആ സമയത്ത് ഈ പെണ്ണ് പറഞ്ഞു, എന്റെ നരമ്പുളൊക്കെ വലിയുകയാ, എല്ല് മുറുകുകയാ, നെഞ്ച് പിടക്കുകയാ, കണ്ണു നിറയുകയാ. എനിക്ക് ഭക്ഷണം തരുന്ന അല്ലാ, വെള്ളം തരുന്ന അല്ലാ, ഓക്സിജൻ തരുന്ന അല്ലാ, ശ്വാസോച്ഛ്വാസം തരുന്ന അല്ലാ, ഈമാൻ തന്ന അല്ലാ, അള്ളാന്റെ മുമ്പിൽ അവന്റെ നിയമം പിച്ച് ചീന്തി ഞാൻ എന്റെ ശരീരം കീഴ്പ്പെടുത്തിയപ്പോ അള്ളാനെ ഓർത്ത് പടയുകയാണ്, അള്ളാനെ ഓർത്ത് കരയുകയാ.
അള്ളാഹിനോർത്ത് പെടയുകയാണ്, അള്ളാഹിനോർത്ത് കരയുകയാണ്. അതിൽ ഈ മനുഷ്യൻ എങ്ങനെ ചിന്തിച്ചു, ഈ പെണ്ണിൻ്റെ അടുത്ത് പൈസ ഇല്ല, വലിയ വീടൊന്നുമില്ല, അള്ളാഹു ഈമാൻ കൊടുത്തു എന്നുള്ളത് ശരിയാണ്, ഭൗതികമായ ഒരു നിയമത്തും കൊടുത്തിട്ടില്ല. ആ സമയത്ത് ഒരു സമയത്ത് ഈ തമ്മാടിത്തരത്തിനോട് ഒരു സാഹചര്യത്തിൽ പെട്ടപ്പോഴേക്ക് അള്ളാഹിനെ ഓർത്ത് നരമ്പുകൾ വലിഞ്ഞ് എല്ലുകൾ മുറുകി കൽബ് പടച്ചിട്ട് ഈ പെണ്ണിങ്ങനെ കരഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താ? എനിക്ക് അള്ളാഹു ആരോഗ്യം നൽകി, എനിക്ക് വീട് നൽകി, തറവാട് നൽകി, പണം നൽകി, അധികാരം നൽകി, പക്ഷെ ഞാൻ ഈ പണി എത്ര ചെയ്തു, എന്നിട്ട് ഇതുവരെ അള്ളാഹിനെ ഓർത്ത് കരയാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് റബ്ബേ റബ്ബേ എനിക്കും ഈ പെണ്ണിൻ്റെ ബർക്കത്തോണ്ട് ഇനി പുറത്തു തരണേ എന്ന് പറഞ്ഞു. ആ പെണ്ണിന് ഒരു കൊല്ലം ജീവിക്കാനുള്ള പൈസ കൊടുത്ത് സ്വതക്ക കൊടുത്തിട്ട് വിട്ടു. ആ സമയത്ത് അന്നുള്ള മഹാനായ നബിക്ക് അള്ളാഹു തആല വിവരമറിയിച്ചു, ഇന്നാലിന്ന സ്ഥലത്തൊരു മനുഷ്യനുണ്ട്, അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന സന്തോഷ വിവരം അറിയിക്കാൻ ഈ ഒരു പ്രവാചകന്റെ ദൂതനായൊരു മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തത് നബി അന്നത്തെ നബി യൂശൈ നബി അലൈഹിസ്സലാം എന്റെ ഓർമ്മ അത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളിപ്പോൾ ചെയ്ത അമല് എന്താണ് എന്ന് നിങ്ങളോട് അന്വേഷിക്കാൻ നബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിവരിച്ചു കൊടുത്തുകൊണ്ട് കരയുകയാ. അദ്ദേഹം ഖബറിൽ പോയി കടന്നാൽ ഖബർ വിശാലമാകും. ഇനി നിങ്ങൾ ചിന്തിക്കണം, ഞാനും ചിന്തിക്കണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, വളരെ അവശനാണ്, ക്ഷീണിതനാണ്, സൗണ്ടൊക്കെ അടഞ്ഞു പോയി അടിയിൽ നിന്ന് വലിച്ചെടുത്തിട്ട് പ്രയാസപ്പെട്ട് പറയുകയാണ്. നാളെ വളരെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ യാത്ര എനിക്കുണ്ട്. അതുകൊണ്ട് വളരെ കൊച്ചു ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുമ്പോൾ ഇനി ഞാൻ പറയുന്നത് കാപ്പിയോടെ എല്ലാവരും കഴിഞ്ഞോ അല്ല ഇല്ലേ? ഇന്ന് വേണ്ട കുടിക്കുന്നാലേ ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. വേഗം കുടിക്കും. കാപ്പി മമ്മയ്ക്ക് എനിക്ക് കാപ്പി ഇല്ലേ? നിങ്ങൾ കുടിച്ചോ? ബിസ്മില്ലാ. നിങ്ങൾ കാപ്പി തൊണ്ടൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രസംഗിക്കണ മുഴുവൻ ആൾക്കാരും കാപ്പി കുടിച്ചോളി. പ്രസംഗിക്കണ ഒരു താത്തുണ്ട് അവിടെ, എൻ്റെ സുഹൃത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഏതായാലും ആയിക്കോട്ടെ. സുലൈമാനി നല്ലതാണ്. സുലൈമാനി ആദ്യം കുടിച്ചത് സുലൈമാൻ നബിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് നിസ്ബ ചെയ്തിട്ട് പറയുന്നത് സുലൈമാനി, അല്ലാതെ അവിടെ മുള്ളാണി ഉണ്ടായിട്ടല്ല. കുടിച്ചത് സുലൈമാൻ നബിയാണ്. സുലൈമാനി നല്ലതാണ്. ഈ പാൽപ്പൊടിയൊന്നും അത്ര ഗുണമുള്ളതല്ല. അതൊക്കെ ഹാർട്ടിനും കേടാണ്, തൊണ്ടക്കും കേടാണ്. നമ്മൾ പാൽപ്പൊടി ഇല്ലെങ്കിൽ ചായ കുടിക്കാത്ത ആൾക്കാരാണ്. അങ്ങനെയാണ് നമ്മളെ അവസ്ഥ. ഏതായാലും ഞാൻ ഈ പറയുന്ന കാര്യം ഒരു 3 സ്വലാത്ത് എല്ലാവരും ഉറക്കെ ചൊല്ലിക്കാണി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, SLC പരീക്ഷ നടക്കുകയാണ്. പരീക്ഷയ്ക്ക് 4 കടമ്പകളാണുള്ളത്. 1 അധ്യാപനം, സ്റ്റഡി ലീവ്, പരീക്ഷ, ഫലപ്രഖ്യാപനം. അങ്ങനെയല്ലേ ഉള്ളത്? പഠിപ്പിക്കൽ, പഠനം, പരീക്ഷ, ഫലപ്രഖ്യാപനം. അങ്ങനെയല്ലേ? അല്ല, അങ്ങനെയല്ലേ ഉള്ളത്? എന്തെങ്കിലും മുണ്ടാത്ത അങ്ങനെയല്ലേ? ഇപ്പം മുണ്ടാത്തതിന് കാരണം എന്താ അറിയോ? പരീക്ഷയ്ക്ക് ഒരു കുട്ടി ഇങ്ങനെ പോയിരിക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക. പരീക്ഷ നടത്താൻ വന്ന സൂപ്പർവൈസർ ചോദിച്ചു, എന്തേ പഠിച്ചതൊക്കെ മറന്നോന്ന്. പഠിച്ചേ മറന്നല്ല മാഷേ, നാളത്തെ കോപ്പിയാണ് ഇന്ന് കൊടുക്കുന്നത് കാരണം. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഈ പഠനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അധ്യാപനം, പഠനം, പരീക്ഷ, ഫലപ്രഖ്യാപനം. അത് നേരെ നമ്മളെടുത്തേക്ക് കൊണ്ടുവരും. അധ്യാപനം ആലമുൽ അർവാഹ് എന്ന് കഴിഞ്ഞു. അലസ്തു ബി റബ്ബിക്കും ഖാലു ബല, അത് അധ്യാപനമാണ്. ദുന്യാവുക്ക് വന്നത് സ്റ്റഡി ലീവിന് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് സ്റ്റഡി ആവണം. അദ്ദുന്യ മസ്റത്തുൽ ആഖിറ. പരീക്ഷ നടക്കുന്നത് ഖബറിലാണ്. 2 സൂപ്പർവൈസർമാർ വരും, മുങ്കർ നിക്കറും, പരീക്ഷ നടത്തും. മറുപടി പറഞ്ഞാൽ ഫലപ്രഖ്യാപനം മാഷറിയുന്നതാണ്. അത് നേരെ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എവിടെ പോയാലും SLC പരീക്ഷ കുട്ടികൾ ജയിക്കാൻ ഇങ്ങനെ സംഭാവന തരുന്ന കാലമാണ്. ആദ്യം നമ്മളെ പരീക്ഷ ജയിക്കാനുള്ള സംഭാവന ഒന്ന് ആദ്യം ഇങ്ങോട്ട് തരും. SLC പരീക്ഷ ഇനിയിപ്പോൾ തോറ്റാലും കുട്ടികളൊക്കെ അല്ല ജയിപ്പിക്കട്ടെ കേട്ടോ. അതിനൊന്നും ആമീ പറഞ്ഞാൽ, കാരണം കുട്ടികൾക്കൊക്കെ അല്ല നല്ല മാർക്ക് കൊടുക്കട്ടെ. വേറെ അഥവാ ഇനി തോറ്റാലും അള്ളാഹു നാളെ മാഷറിയിൽ ആ പരീക്ഷ തോറ്റവരൊക്കെ നരകത്ത് കണ്ടുപോയി എന്ന് പറയാം? പറയില്ല. അപ്പൊ ശരിക്കും തോൽവി ജയം എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അവിടെ തോൽവി തന്നെയാണ്, ജയൻ തന്നെയാണ്. ഇവിടെ ഇപ്പം അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. ഇവിടെ ഇപ്പം ഞാൻ എന്നാൽ വേറൊരു കാര്യങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പം നമ്മളൊക്കെ തലയിലുള്ള എന്താ അറിയോ, ഇപ്പം ഇൽമിനൊന്നും കുട്ടികൾ വരാതിരിക്കാൻ കാരണം
ഇപ്പം പള്ളിയിൽ പോയാൽ ഇൽമു അടിച്ചാലൊന്നും പൈസ കിട്ടൂല. പൈസ കിട്ടണമെങ്കിൽ SLC +1 +2 ഡിഗ്രി ഇങ്ങനെ പോയാൽ പൈസ കിട്ടും എന്നൊരു ധാരണയാണ് നമ്മളെ കുട്ടികളെ ദർസക്ക് പറഞ്ഞേക്കാത്തത്. അങ്ങനെ തന്നെയാണ്. എന്നാ ഞാൻ വെല്ലുവിളിക്കണം നിങ്ങളെ, അത് നിങ്ങൾ തെളിയിച്ചാൽ എന്നിന്റെ ബാധ ഞാൻ എടുത്തു. കൂട്ടരെ, മൂലന്മാരുണ്ടാക്കുന്ന പൈസ അല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ ഞങ്ങളെല്ലാവരും ഈ പൈസ ഉണ്ടാക്കാത്ത എന്താ അറിയോ? ആ പണിക്ക് ഇറങ്ങാത്തതുകൊണ്ടാണ്. ഇറങ്ങിയ ഞങ്ങളൊക്കെ ഇമാമിയങ്ങളായിട്ട് ഞങ്ങൾ മാറും. പണ്ടൊരു തള്ള പറഞ്ഞ് നിങ്ങൾക്കറിയില്ല, മാല കളഞ്ഞു പോയപ്പോൾ ആരെ കൈ കിട്ടിയാലും വേണ്ടിയില്ല, മൂലയുടെ കൈ കിട്ടാൻ ഞാൻ മതി എന്നാണ്. എന്തേ മാമാന്ന് വെച്ച് ഐറ്റികൾ എന്തെങ്കിലും കൗലിട്ടൊപ്പിച്ചിട്ട് പോക്കറ്റിലാക്കുന്ന ഞങ്ങളാ പണിക്ക് ഇറങ്ങായിട്ടാണ്. ഞങ്ങളാണ്ട് ഇറങ്ങാൻ ഞങ്ങളെ അഡ്രസ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് മൂല്യരായ പൈസ ഉണ്ടാവില്ല എന്നൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. ഇനി ഞാൻ വെല്ലുവിളി സ്വഭാവത്തിൽ ഞങ്ങളോടും ചോദിക്കുകയാണ്, ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ആരാ? ഏറ്റവും കൂടുതൽ സയൻസ് അറിഞ്ഞ ആളാ? ലോകത്ത് സയൻസ് അറിഞ്ഞവരൊക്കെ വലിയ മുതലാളിമാര്, ഇൽമുള്ളവരൊക്കെ ഫുക്കറാക്കൾ. അങ്ങനെ ഞങ്ങൾ തെളിയിച്ചാൽ എൻ്റെ വേളാണ് നിർത്തും. ലോകത്ത് വേണ്ട. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളി ആരാ? ഏറ്റവും കൂടുതൽ ഭൗതിക വിദ്യാഭ്യാസം ഉള്ളതാണ്. ഇന്ത്യ രാജ്യത്തെ പാവങ്ങളൊക്കെ ഒക്കെ മൂല്യന്മാര് പറയാൻ പറ്റുമോ? കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി ആരാ? ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാഭ്യാസം ഉള്ള ആൾ. അങ്ങനെ ഞാൻ പറയുന്ന ആളെ പേര് നിങ്ങൾക്ക് അറിയില്ലേ? പോരെ മലപ്പുറത്ത്, ഇത് മലപ്പുറം ജില്ലയിലല്ലോ, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും വലിയ മുതലാളി ആരാ? ഏറ്റവും കൂടുതൽ സ്കൂൾ വിദ്യാഭ്യാസം ഉള്ള ആൾ. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഫുക്കറാക്കളൊക്കെ മൂല്യന്മാര്. അങ്ങനെ അങ്ങനെ അല്ല. നിങ്ങളെ പഞ്ചായത്താണ്ട് എടുത്തോളി. ഏതാ ഇവിടുത്തെ പഞ്ചായത്ത്? ദേശമംഗലം പഞ്ചായത്തിലെ മുതലാളിമാരൊക്കെ ഭൗതിക വിദ്യാഭ്യാസം ഡിഗ്രി ഉള്ളവര്, പിന്നെ പാവങ്ങൾ മദ്രസയെ പഠിച്ചവര്. ഇങ്ങനെ ഈ മഹലിലെടുത്തോളി. മഹലിലെ വലിയ മുതലാളി ഭയങ്കര ഇംഗ്ലീഷിൽ ചിരിക്കുന്ന ആളാ, എഴുതി കൊടുത്ത വായിക്കാറിയാത്ത ആളാണ്. പണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ച മാതിരിയായിരിക്കും. ഞങ്ങൾ പലയിടത്തും 200 ഉണ്ടാക്കാൻ പോകണം, നിങ്ങൾ ഞങ്ങളെ കളിയൊക്കെ ഒന്നും വേണ്ട. ഞങ്ങൾ കോഴിക്കോട് 200 ഉണ്ടാക്കും, തിരുവനന്തപുരത്ത് 200 ഉണ്ടാക്കും, തൃശ്ശൂർ 200 ഉണ്ടാക്കും, കൊച്ചിയിൽ നടുവിൽ ഞങ്ങൾ 200 ഉണ്ടാക്കും. ഒരു മനുഷ്യന്മാർക്കും പിടുത്തം കിട്ടിയില്ല എന്തായിരിക്കും ഇപ്പൊ 200. അവസാനം പ്രസംഗിച്ച പഞ്ചായത്ത് മെമ്പറോട് വെച്ച്, അല്ല ആചാര്യ എന്താ 200 വെച്ച്? ഉണ്ടല്ലേ, എനിക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ആരെ എഴുതി കൊടുത്ത പ്രസംഗം മനപ്പാടാക്കി ഛർദ്ദിച്ചാണ്. നോക്കുമ്പോ എന്താ 200 ഉണ്ടാക്കിയെന്നല്ല, സൂ ഉണ്ടാക്കി, മൃഗശാല Z 2 വായിച്ചതാണ്. ഇങ്ങനത്തെ കുറെ ആൾക്കാർ എത്ര വലിയ മുതലാളിമാരുണ്ട് നമ്മളൊക്കെ നാട്ടില്. ഓരോരുത്തൊക്കെ സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിട്ടാ. അപ്പൊ ഒരു ധാരണ ആദ്യമാണ് തെറ്റിക്കളി. ഇൽമ തെരഞ്ഞെടുത്താ പൈസ ഉണ്ടാവില്ല എന്ന് വിചാരിക്കല്ലേ. ഖുയ്യിറ സുലൈമാനു ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി ഫഖ്താറൽ ഇൽമ ഫഅതാഹു അല്ലാഹു അൽ ഇൽമ വൽ മുൽക വൽ മാല. സുലൈമാൻ നബി വലിയ മുതലാളിയായത് അള്ളാന്റെ വഴിയിൽ ഇൽമു പഠിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് എന്ന് മുസ്തഫ നബി. അതുകൊണ്ട് പൈസ വേണമെങ്കിലും കുട്ടികളെ മര്യാദക്ക് പള്ളിയർച്ച കൊണ്ട് ചേർത്തോളി. നീ അബുദാബിയിലുള്ള കാക്കാക്ക് ശമ്പളം കൂടാൻ നേർച്ചാക്കിയിട്ട് പള്ളിയെ കൊണ്ട് ചേർക്കും വേണ്ട. ഇൽമ തെരഞ്ഞെടുത്തോണ്ടൊന്നും ദുന്യാവില്ലാതാവില്ല. പിന്നെ വലിയ വലിയ ആളുകൾ അള്ളാന്നുള്ള ബോധം കൊണ്ട് കുടുങ്ങിയാൽ ഈ പണിക്ക് വല്ലാതെ നിൽക്കൂല, അതുകൊണ്ട് കയ്യിൽ ഉണ്ടാവില്ല എന്നതല്ലാതെ ഉസ്താമാരെ കയ്യിൽ പൈസ വരാത്തവരൊന്നുമല്ല. ഇനി ഒരു കാര്യങ്ങളാണ്ട് എഴുതിച്ചോളി, 10 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ ഉസ്താമാര് വാങ്ങണ ശമ്പളം സ്കൂളിലെ മാഷന്മാര് വാങ്ങൂല. നിങ്ങൾക്കാ കിട്ടുന്ന 25,000-30,000 ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? ഞെട്ടിപ്പോകും. ഫേസ്ബുക്കാണ് തുറന്നു നോക്കി. ജുമ്മാ അതിന് ശേഷം അരമണിക്കൂർ പ്രസംഗം, ഖത്തീബിന് ആവശ്യമുണ്ട് 30,000 റുപ്യ പരസ്യം. നിങ്ങൾ പരസ്യം കണ്ടില്ലേ? ഫേസ്ബുക്കിൽ തുറന്നു നോക്കി. ജുമുഅ ഖുതുബ അരമണിക്കൂർ പ്രസംഗം, ഖത്തീബിന് ആവശ്യമുണ്ട് 28,000 റുപ്യ. ഇതൊരു 10 കൊല്ലം കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ജുമുഅ ഖുതുബ അരമണിക്കൂർ പ്രസംഗം, ഖത്തീബിന് ആവശ്യമുണ്ട് 1.5 ലക്ഷം റുപ്യ. അപ്പൊ 30,000 വാങ്ങണവരാൾ വാങ്ങി സർവത്തോടിച്ച് ഇങ്ങനെ മേപ്പിട്ടോ വേണ്ടി നമ്മളെവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ പറഞ്ഞെന്താരോ, ഇതെങ്കിലും കേട്ടിട്ട് 4 മൂല്യന്മാർ ഈ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് എഴുതിയിട്ടാണ്. അതുകൊണ്ട് ഇൽമ തെരഞ്ഞെടുത്താൽ പൈസ ഉണ്ടാവില്ല എന്നുള്ള മൗഢ്യധാരണയിൽ ഇനി നടക്കണ്ട. അത് കാലം തിരുത്തിയിട്ടുണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ നല്ല ബോധം തെറ്റ്. കുട്ടികൾ ഇൽമുണ്ടാവണം. ഇൽമുള്ള കുട്ടികളെ കൊണ്ടേ നമുക്ക് ഖബറിൽ പോയി കിടക്കുമ്പോൾ രക്ഷ ഉണ്ടാവുള്ളൂ. ആ കൂട്ടത്തിൽ അള്ളാഹ് പെടുത്തട്ടെ. ഇനി നിങ്ങളെല്ലാവരും ഞാനും ഖബർക്കൊന്ന് ഇറങ്ങിയിട്ട്, ഞാൻ വളരെ പെട്ടെന്ന് നിർത്തുകയാണ്. നമുക്കിതിങ്ങനെ പറഞ്ഞ് കളിക്കണ്ട. ഞങ്ങൾ ചിന്തിച്ച് നോക്കി, ഇന്ന് രാത്രി കൂട്ടരെ നിങ്ങളാരെയാണ് മരിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളാരെയും മരിച്ചാൽ സാധ്യതയില്ലേ?
അല്ല, സാധ്യത ഇല്ലേ? മിഞ്ഞാന്നിൻ്റെ വാല് കേട്ട ആൾ ഞാൻ ആ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് മരിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കൊടുവള്ളിയിൽ വാല് വരുമ്പോൾ വാല് കേട്ട ആൾ പൊരയിൽ പോയി 4 മണിക്ക് 4:45 വാങ്ങൊടുത്ത് ഇക്കാമത്ത് കൊടുക്കാൻ നേരത്തെ മരിച്ചു. ഇതിങ്ങനെ ദിവസമാണ്. ചില ദിവസം സ്വാഗതം പറഞ്ഞ ആൾ പിറ്റേന്ന് മരിച്ചു എന്നിട്ട് വിളിക്കണതാണ്. നിങ്ങൾ നമ്മൾ ആരാണ്? അല്ല, സ്വാഗതം പറഞ്ഞ ആൾ മരിച്ചു. ഖുത്ബോദിനിടയിൽ ഖത്തീബ് മരിച്ചു. മുക്കറിൻ്റെ അടുത്ത് വാളും അതുപോലെ തന്നെ ഏടും വാങ്ങിയിട്ട് ഇങ്ങനെ കയറിയതാണ് മിമ്പറിന്റെ മോൾക്ക്. ഈ മാണൂരടുത്തൊരു ഖത്തീബ്, മാണൂർ അപ്പുറമുള്ള മഹലിൽ കുറച്ചു മുമ്പ് ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. പന്ത് തട്ടാൻ വേണ്ടി ചാടിയോൻ പന്ത് കാൽമ തട്ടി ഇറങ്ങിയപ്പോഴേക്കും മയ്യത്തായി. ഈ പെരിന്തൽമണ്ണ കാരാകുറിശി നാളെ അവിടെ മപ്പാട്ടുകാരെ കഥാപ്രസംഗത്തിന് വരുന്നുണ്ട്. അതേപോലെ കഥ നടത്തിയിരുന്ന കാതികനായ കാരാകുറിശി പെരിന്തൽമണ്ണ സ്റ്റേജിൽ വാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്റ്റേജിൽ വീണിട്ട് മരിച്ചുപോയി. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞങ്ങളെ നാട്ടിലെ ഒരാചാര്യ ഉണ്ടിപ്പൈസ എണ്ണുമ്പോഴാണ് മരിച്ചത്. വായിച്ച 50,000. ഞാൻ അങ്ങനെ എന്തിച്ച കബറ് പോയാൽ ഇയാൾ മലക്കളോട് പറയണ്ടാവും, ഞാൻ ആ ഉണ്ടി പൈസ എണ്ണീറ്റ് ഇങ്ങോട്ട് വരെ ഒന്ന് വിടുമെന്ന് ചോദിച്ചിട്ടുണ്ടാവും. എന്താ ഇപ്പം അവസ്ഥ? നിങ്ങളെന്തായി മനസ്സിലാക്കിയത്? കോഴിക്ക് വറ്റിട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് തലക്കടുത്തൊരു രാജാര് മരിച്ചത് കേട്ടിട്ടുണ്ട്. കോഴിക്ക് ഇങ്ങനെ ബാ 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 ബാ. എവിടെ ഒരു സ്ഥലത്ത് ബസ് കാളെ കയറ്റാണ്, കൊല്ലാലപ്പുഴ 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങായി വീണ് മരിച്ചു. എന്തെല്ലാം ജാതി മരണമാണ്. കള്ള് കുടിച്ചുകൊണ്ട് നടക്കുമ്പോൾ മരിക്കണം. ഒരു ഇപ്പടുത്ത് മയ്യത്ത് കുളിപ്പിച്ച ഒരാളിനോട് പറഞ്ഞു, ബ്രഷ് ചെയ്യാൻ വേണ്ടി ചുണ്ട് മന്ദിച്ചപ്പോൾ കഞ്ചാവിൻ്റെ കെട്ട് വീണാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമീൻ പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടി പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനിയും പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു മരിപ്പിക്കാതിരിക്കട്ടെ. അതിനെ അള്ളാഹ് തെറ്റ് ചെയ്യിപ്പിക്കാതിരിക്കട്ടെ. ഏത് സമയം അള്ളാഹ് എന്നുള്ള ഒരുക്കത്തിൽ നിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. അല്ല മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തെ, ഇന്ന് രാത്രിയിൽ നിങ്ങളങ്ങ് മരിച്ചാൽ, ഞാനങ്ങ് മരിച്ചാൽ, നാളെ രാവിലെ നമ്മൾ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങുന്നതല്ലേ. ഞാൻ ഖൽബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ എത്തി നോക്കിയിട്ടുള്ളൂ. ഖബറിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള സമയം എനിക്കില്ല. പക്ഷേ ഞാൻ അതിന്റെ ഗേറ്റ് ഒന്ന് തുറന്നു തരാം. നമ്മളങ്ങ് ഖബറിൽ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ നിങ്ങൾ ചിന്തിക്കുകയും പ്രിയപ്പെട്ടവരെ, നമ്മള് ഇന്നങ്ങോട്ട് മരിച്ച് നാളെ ഇപ്പോൾ ഏകദേശം ഒരു 10 മണി അവിടെ മുമ്പൊക്കെയായിട്ട് ഖബർക്കാണ്ട് പോയാൽ മൂടലിൽ ഇങ്ങനെ മേലെ അതിൻ്റെ മേലെ മണ്ണും വാരിട്ട് ഇവര് മീസാനം കുത്തി ഓലാണ്ട് പോയാൽ പിന്നെ ഓല ചിരിയും കളിയും പാട്ടും. വാപ്പ മരിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും അലുവ കൊണ്ടുവരികയാണെങ്കിൽ അത് മുറിച്ച് തിന്നിട്ട് ഇങ്ങനെ കുതിരളിക്കുക എന്നല്ലാതെ നമ്മളെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു മഹ്ലൂക്ക് ഉണ്ടാവില്ല. നിങ്ങളൊക്കെ ആ കിടത്തം ഇപ്പം നാളെ രാവിലെ 10 മണിക്ക് ഖബറിന് അടിയിൽ പോയാൽ വൈകുന്നേരം വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ആ കിടത്തം ഇങ്ങനെ കിടക്കും. പക്ഷെ നാളെ മഗ്‌രിബിന്റെ ശേഷം എന്താ ഉണ്ടാകുന്നവരോ, ഈ ശരീരം ഇങ്ങനെ വെള്ളത്തിലിട്ട കുമ്പളങ്ങമാരിങ്ങനെ പൊതുവർന്നുകൊണ്ടിരിക്കും. മറ്റന്നാളായാൽ മുടി ഇങ്ങനെ ഇങ്ങോട്ട് ചേരും, ഹെലികോപ്റ്റർ ഇങ്ങനെ പാടന്മാരി മുടി ഇങ്ങനെ ചേരും. മറ്റന്നാൾ ഉച്ച ആയാൽ കണ്ണും കണ്ട് തക്കാളി മാതിരി ചെയ്യാൻ തുടങ്ങും, ഉരുണ്ടിങ്ങനെ വീർത്ത് വരും, ചീഞ്ഞിട്ടേ. മറ്റന്നാൾ വൈകുന്നേരം ആകുമ്പോൾ കണ്ണ് കോട്ടി ഉരുണ്ട് വീണാരും കണ്ട് ഉരുണ്ട് പോകും. കണ്ണും കണ്ട് ഉരുണ്ടിട്ട് ഇങ്ങോട്ട് ഉരുണ്ട് വീണാൽ 2 സ്ഥലത്ത് 2 ഗുഹയായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടി പുഴുക്കളങ്ങനെ കയറും. ഈ തലച്ചോറ് തിന്നാൻ. പടച്ചോനെ അല്ലാഹുവേ, ഞങ്ങളെ നീ സലാമത്താക്കി തരണം റബ്ബേ. കിടക്കാൻ പറ്റോ, വിളിക്കാൻ പറ്റോ, മൊബൈൽ കയ്യിലുണ്ടോ, നേരം പോക്കിന് TV ഉണ്ടോ, കമ്പ്യൂട്ടർ ഉണ്ടോ, പെങ്ങന്മാരെ എങ്ങളെ കയ്യുമ്പോൾ മോതിരണ്ടോ, വളണ്ടോ, പാൽസാരുണ്ടോ, ചെയിനുണ്ടോ, കമ്മലുണ്ടോ, വിലപിടിപ്പുള്ള പർദ്ദുണ്ടോ, ചുരിദാറുണ്ടോ, തുണിയിൽ പൊഞ്ഞിട്ട് മൂക്കിൽ പൊഞ്ഞിട്ട് കൊണ്ടുപോയി കൊട്ടിയതല്ലേ. ഇത് നാളെ മറ്റന്നാളെ വരാനുള്ളതല്ലേ പടപ്പുകളെ. എന്തോ സംഗതി ഞാൻ പറയല്ലോ, ഇത് വരുന്ന ഉറപ്പല്ലേ. നിങ്ങൾ ചിന്തിക്കുക, ഇത് വരുന്ന ഉറപ്പല്ലേ. ആ സമയത്ത് ബുദ്ധിയുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിച്ചോ, ഒരു മനുഷ്യനെ വീട്ടിൽ നിന്ന് കുളിപ്പിച്ചുകൊണ്ട് 6 കാലുള്ള കട്ടിലിൽ കയറ്റുന്ന സമയത്ത് ഈ മയ്യത്ത് വീട്ടുകാരോട് വിളിച്ചു പറയുമത്രേ, ലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ കമാ ഗറത്നി.
മക്കളെ, എന്നെ ദുനിയാവ് വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്നെ ദുനിയാവ് വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് ഓരോ മയ്യത്തും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ വീട്ടിലുള്ളവരെ വിളിച്ചുകൊണ്ട് വിലപിക്കുകയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. ആ കബറാകുന്ന ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട് ഏകാന്തതയുടെ തടവറയില്ലേ, ആ തടവറയിലേക്ക് കേവലമായ തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ടവരായി നമ്മളങ്ങ് താഴ്ത്തപ്പെട്ടാൽ ആദ്യമായി ഖബർ മനുഷ്യനോട് സംസാരിക്കുകയാ, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ഇരുട്ടറയാ, ഏകാന്തതയാ, തടവറയാ, ഇവിടെ ഇരുട്ടാ, ഇവിടെ പുഴുക്കളാ. ഇതൊക്കെ അറിഞ്ഞിട്ടോ എന്റെ വയറ്റിൽ നീ ധൈര്യത്തോടെ വന്ന് കിടക്കുമ്പോ നീ എന്താണ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് ഖബർ മനുഷ്യനോട്, മയ്യത്തിനോട് വിളിച്ചു ചോദിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഖബർ മയ്യത്തിനോട് എങ്ങനെ ചോദിക്കും, ഞാൻ എനിക്ക് ഒരുക്കിച്ചത് പുഴുക്കളാ, അത് കുറച്ച് അങ്ങനെ വരാൻ തുടങ്ങും, പിന്നെ ഇരുട്ടാണ്, അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി കുറച്ച് പേടിപ്പിക്കുന്ന രൂപങ്ങളൊക്കെ അവിടെ വരും. ഇപ്പൊ ധൈര്യമായിട്ട് ഇപ്പൊ എന്റെ വയറ്റിലൊന്ന് കിടക്കണ്ടല്ലോ, എന്താ പയ്യ കൊടുക്കണേന്ന്. ആ സമയത്ത് ചിലവര് പറയും, ഞാനേ 5 വക്ത് നിസ്കരിച്ചിരുന്ന ആളാണ്, ഖളാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അള്ളാഹിന്റെ ദീനിന് വേണ്ടി പരമാവധി സംഭാവന ചെയ്തിട്ടുണ്ട് എന്നൊക്കാണ്ട് പറയുമ്പോഴേക്ക് അള്ളാഹിന്റെ മാർഗത്തിലായി സ്വതക്ക കൊടുത്ത മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് അവിടെ പ്രത്യേകമായ ചില രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഈ ഖബറിനോട് ഈ രൂപങ്ങളാണ് മറുപടി അറിയും. ആളെ സ്വൈപ്പാക്കല്ലേ, ആള് പെണ്ണുങ്ങളും കുട്ടികളെ അടിയുന്ന നാട്ടിൽ നിന്ന് ഒന്നുമല്ലാതെ ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്ന് കിടക്കല്ലേ, സ്വൈപ്പാക്കല്ലേ, നിങ്ങൾക്ക് എന്താ വേണ്ടി ഞങ്ങളോട് ചോളി എന്ന് ഈ രൂപങ്ങൾ അവിടെ ഖബറിനോട് പറയും. അപ്പൊ പിന്നെ ഖബറും വരും കൂടി ആവും സംസാരം. പിന്നെ ഇവര് പറയും, മയ്യത്തായ മനുഷ്യനോട് പറയും, പേടിക്കണ്ടോ, ഇനി ഇവിടെ പല മലക്കുകൾ വരും, റോമാൻ വരും, മുങ്കർനക്കീർ വരും, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ വന്നത് നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് നേരം പോക്കില്ല, ഒരു ബേജാറും വേണ്ട എന്ന് പറയുമ്പോ ഈ മയ്യത്ത് ചോദിക്കും, നിങ്ങളാരാ? അപ്പം പറയും, ഞങ്ങളെ ദീനിന്റെ സാസില് അള്ളാന്റെ മാർഗത്തിലായി കൊടുത്ത 10,000 അല്ലേ, സ്വർണ്ണമുതലല്ലേ, കമ്മലല്ലേ, പാൽസാരല്ലേ, വളല്ലേ, അതൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നീം പറയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കളിയൊന്നും ഖബർ പോയാൽ ഉണ്ടാവൂല. ഏത് മനുഷ്യനെയും ഖബറിലാണ്ട് കൊണ്ടുപോയിട്ടാൽ ആദ്യം ഖബർ 2 ഭാഗം ഒന്ന് പിടിച്ച് ഞെക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതിൽ സ്വാലിഹ്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഖബറങ്ങട്ട് വിടുന്നിട്ട് പ്രവിശാലമാകും. ഫാസിക്കാണെങ്കിൽ ഒന്നും കൂടി ഞെക്കും. അപ്പോൾ അവൻ്റെ തല കോഴിമുട്ട പൊട്ടും പോലെ പൊട്ടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് വരെ ചെയ്തു പോയ കുഴപ്പങ്ങൾ, ദോഷങ്ങൾ കാരണത്താൽ കൽബ് മലീമസമായിട്ടുണ്ടെങ്കിൽ ആ കൽബിനെ പ്രകാശിപ്പിക്കാൻ പ്രധാനമായ ചില അമലുകളിൽ വിലപ്പെട്ട ഒരമല് അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് നൽകുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആണ്ടുള്ള മാസമാണ്. കണ്ടോ നിങ്ങൾ, ഒരിക്കൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാസിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ഇന്ന് സുന്നത്ത് നോമ്പ് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന്. ഉമർ ഖത്താബ് പറഞ്ഞു, എനിക്ക് നോമ്പ് നോക്കാൻ നിയ്യത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നോറ്റിട്ടില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചവരുണ്ടോ എന്ന് ചോദിച്ചു. ഉമർ ഖത്താബ് അങ്ങനെ ചിന്തിച്ചു, നേരം വെളുത്തിട്ടില്ല, അരണ്ട വെളിച്ചം പോയിട്ടില്ല, നിസ്കാരം കഴിഞ്ഞിട്ടേ ഉള്ളൂ, സന്ദർശനത്തിന് സമയമായിട്ടില്ലല്ലോ. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പനി പിടിച്ച് കിടക്കുകയാണെന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെ പോയി സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത് ചോദിച്ചു, ഇന്ന് പാവങ്ങൾക്ക് സദഖ ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ സന്ദർശിച്ചിട്ട് വരുമ്പോൾ പാവപ്പെട്ട ഒരു മിസ്കീനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു, യാ റസൂലല്ലാഹ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ് ഈ മാസം. അള്ളാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഖബർ പോയി കിടക്കുമ്പോൾ, ഖബറിന്റെ ഇരുട്ടറയിൽ നമ്മൾ പോയി കിടക്കുമ്പോൾ, മലക്കാനി അസ്വദാനി യഖ്രിഖാനിൽ അർള ബിഅന്യാബിഹിമാ വശഉറു ലഹുമാ ശഉറുൻ മസ്ദൂല വസൗതുഹുമാ കറാദിൽ ഖാസിഫി വനഫതുഹുമാ കറീഹിൽ ആസിഫി വഫീ യദി കുല്ലി മിൻഹുമാ മിഖമഉ മിൻ ഹദീദ് ലൗ ളുരിബ ബിഹി ആലമു ജബലിൽ ലജഅലഹു ദക്ക
കറുത്തിരുണ്ട ഭീകര ബീഭത്സക രൂപങ്ങളായ 2 മലക്കുകൾ ആ ഖബറിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ തേറ്റപ്പല്ലുകളെ കൊണ്ട് ഭൂമിയെ കടിച്ചു കീറിയിട്ട് അടിയിലേക്ക് താഴ്ന്നുപോയ ചടകുത്തിയ നീണ്ട മുടിയും വലിച്ചുകൊണ്ട് അവർ ഖബറിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ വായങ്ങ് തുറന്നാൽ ഇടിവെട്ടുന്ന ശബ്ദത്തോടുകൂടി ശ്വാസം വിട്ടാൽ ഗോനു കൊടുങ്കാറ്റിന്റെ ചുഴലി കൊടുങ്കാറ്റിന്റെ ശബ്ദത്തോടുകൂടി ആ 2 മലക്കുകളുടെ കയ്യിലാണെങ്കിലോ ഇരുമ്പിന്റെ കൂർത്തമൂർത്ത ദണ്ഡുകളാ. അള്ളാന്റെ റസൂല് പറയട്ടെ, അവരുടെ കൈകളിലുള്ള ഇരുമ്പിന്റെ കൂർത്ത ദണ്ഡുകളെ കൊണ്ട് എവറസ്റ്റിന്റെ പാറക്കെട്ടിന്റെ നെറുകയിൽ നിന്ന് തട്ടിയാൽ ആകാശത്തിന്റെ അമ്പളിക്ക മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന എവറസ്റ്റിന്റെ പാറക്കെട്ടിന്റെ കൊടുമുടികൾ മുങ്കർ നക്കീറിന്റെ കയ്യിലുള്ള ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ടൊന്ന് തട്ടിയാൽ ആ കൊടുമുടി അടിഞ്ഞമർന്ന് തരുന്ന് തകർപ്പണമായി പോകുമെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുങ്കർ നക്കീർ ഖബറിൽ വന്നുകൊണ്ട് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുന്ന സമയത്ത് അല്ലാഹു റബ്ബീ എന്ന് മറുപടി പറയാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആനകളെ പോലെ ചവിട്ടി മതിച്ചും പുലികളെ പോലെ കടിച്ചു കീറിയും പാമ്പുകളെ പോലെ വിഷമോദിയും തേളുകളെ പോലെ കുത്തിനോവിച്ചു പെരിച്ചാവുകളെ പോലെ ഉറക്കൊഴിച്ചു ട്രൗസർ വാലന്മാരായി മൊബൈലേന്തികളായി നിസ്കാരമില്ലാതെ ചുട്ട കോഴിയെയും വാറ്റിലാക്കിയിട്ട് എമ്പക്കം വിട്ടുകൊണ്ട് കഞ്ചാവും തിരികിയിട്ട് അന്യ പെണ്ണിനോട് രതിക്രിയയിലൂടെ സ്വറ പറഞ്ഞുകൊണ്ട് പാതിരാത്രിയെ ദുഷിപ്പിക്കുന്ന ചെറുപ്പക്കാരാ, ബസ് സ്റ്റോപ്പിൽ ഇരുന്നു കൊണ്ട് കള്ളു മോന്തുന്നവന്, പെണ്ണുങ്ങളെ വെയില് ചാടിക്കുന്നവന്, എല്ലാ സംഘടനകൾക്കും നേതൃത്വം കൊടുക്കുന്നവന്, സുബ്ഹാനല്ലാഹ്, ജൂതന്റെ മാതൃകയിൽ മുടി കട്ടിങ് ചെയ്തവന്, ക്രിസ്ത്യാനിയെ പോലെ നെഴിയാണി മറച്ചു നടക്കുന്നവന്, ഹിന്ദുവിനെ പോലെ കൈത്തണ്ടയിൽ ചരട് കെട്ടുന്നവന്, യുക്തിവാദിയെ പോലെ സ്വർണമോദരോ കയ്യിൽ ധരിച്ച് നടക്കുന്നവന്, നാളെ ഖബറാകുന്ന ഏകാന്തതയില് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുവന്നിട്ട് മാലാ തഖൂലു ഫീ ഹാദർ റജുലി എന്ന് മലക്കുകളെന്ന് ചോദിക്കുമ്പോ അല്ലാ റസൂലുള്ളാഹിന്റെ മുത്തബി ആണോ, റസൂലുള്ളാഹിന്റെ ആഷിഖാണോ, റസൂലുള്ളാഹിന്റെ മാദിഹാണോ, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവനാണോ, ഇടറാതെ പതറാതെ ചിതറാതെ പറയുന്നതാ ഹലോ ഹബീബി മുഹമ്മദ്. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ ഖബറിൽ കിടക്കുന്നതാ, നാളെ വരാൻ പോകുന്നതാ. പരിചയമില്ലാത്ത ആളാണോ, റസൂലുള്ളാഹിനെ സ്നേഹിക്കാത്തവനാണോ, റസൂലുള്ളാഹിക്ക് സലാത്തല്ലാത്തവനാണോ, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാത്തവനാണോ, ഈ രൂപം കാണിച്ചിരുമ്പോൾ ഒന്നും പറയാതെ തൊണ്ടയിൽ കെട്ടിക്കൊടുങ്ങുമ്പോൾ അപകടത്തിന്റെ തുടക്കം അവിടെ വെച്ചുകൊണ്ടാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും രക്ഷപ്പെടാൻ നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞേട്ടെ വേണ്ടേ? അന്നങ്ങോട്ട് കേട്ടോളിയും. ഒരു സംഭവം ഉണ്ട് പറയുമ്പോൾ അയിമക്കൂടി അതാണ് കേട്ടാൽ മതി. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറുന്നപ്പോൾ ഹസൈനും ഹുസൈനും പൊട്ടി കരയാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്തിനാ കുട്ടികൾ കരയണമെന്ന്. ഫാത്തിമ പറഞ്ഞു, കുട്ടികൾ കരയുന്നത് 3 ദിവസമായിട്ട് പട്ടിണി കിടക്കല്ലേ, വിശപ്പുകൊണ്ട് കരയാണെന്ന് പറഞ്ഞു. അപ്പോൾ അലിയാർ സങ്കടപ്പെട്ടു നിന്നു. ഫാത്തിമാവ് ഈ കുപ്പായ ഊരി കൊടുത്തു, കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാൻ വിൽക്കാൻ വേണ്ടിയിട്ട് പൊരയിലൊന്നുമില്ല, ഇട്ട കുപ്പായ ഊരിയിട്ട് കീർക്കുപ്പായിട്ടു ആ കമീസ് കൊണ്ട് വിൽക്കാൻ വേണ്ടി പറഞ്ഞു. അലിയാരെ ഫാത്തിമാവിൻ്റെ കുപ്പായം വിറ്റു, 6 റുപ്യ കിട്ടി. ആ 6 റുപ്യയിട്ട് കുട്ടികൾക്ക് കാരക്ക വാങ്ങാൻ ഒരു കടയ്ക്ക് ഇങ്ങനെ കയറിയപ്പോൾ ഒരു യാചകൻ വന്നിട്ട് അലിയാരോട് പറഞ്ഞു, പിന്നെ നിങ്ങളെ അലി എന്നല്ല പേര്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എൻ്റെ വയറ്റിലൊന്നുമില്ല, അതുകൊണ്ട് വല്ലതൊന്നും തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഫാത്തിമാവിൻ്റെ കുപ്പായം വിറ്റ് കിട്ടിയിട്ടുള്ള 6 റുപ്യ ഈ യാചകൻ്റെ കയ്യിലാണ്ട് കൊടുത്തു. നമ്മളാണെങ്കിൽ 50 തൊട്ട് 40 പൈസ തിരിച്ചു വാങ്ങും. ആ 6 റുപ്യ കൊണ്ട് കൊടുത്തു. പിന്നെ കുട്ടികൾക്ക് എന്താ ചെയ്യാന്നുള്ളത് ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഇപ്പുറത്തു കൂടി വന്നിട്ട് ചോദിച്ചു, ഒരു ഒട്ടകത്തിനെ കൊടുന്നിട്ട് ചോദിച്ചു, ഈ ഒട്ടകം വേണോന്ന് ചോദിച്ചു. അലിയാർ പറഞ്ഞു, ഒട്ടകത്തിനൊക്കെ ആവശ്യമുണ്ട്, പക്ഷെ പൈസ ഇല്ല പറഞ്ഞു. പൈസ ഉണ്ടെങ്കിൽ തന്നാൽ മതി, ഉള്ളപ്പോൾ തന്നാൽ മതി, അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടുകാരൻ. അപ്പം അലിയാർ അങ്ങനെ അപ്പം ചോദിച്ചു, 60 റുപ്യ എന്ന് പറഞ്ഞു. 60 റുപ്യക്ക് ഒട്ടകം വാങ്ങി, ഉള്ളപ്പോൾ പൈസ കൊടുക്കാന്നുള്ളവർക്ക്. ആ ഒട്ടകത്തിന് വാങ്ങിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ വേറെ ആൾ ഇപ്പുറത്ത് കൂടി വന്നിട്ട് ചോദിച്ചു, ഒട്ടകത്തിന് ബുക്കോന്ന് വെച്ചു. അപ്പോൾ അലിയാർ പറഞ്ഞു, ബുക്കെന്ന് പറഞ്ഞു. എത്രക്കെന്ന് വെച്ച്. അപ്പോൾ അലിയാർ എങ്ങനെ എന്തിച്ചു, ഫാത്തിമാൻ്റെ കുപ്പായം വെച്ചിട്ട് കിട്ടിയ പൈസ അയാൾക്ക് കൊടുക്കാനുള്ളത്. അപ്പം 66 റുപ്യ എന്നാണ് പറഞ്ഞു. അത് മതി, കൊള്ളലാഭല്ല, നമ്മൾ പറമ്പച്ചോടം ചെയ്യുന്ന കാര്യമല്ല.
തീരെ വെള്ളമില്ലാത്ത കിണറ്റിൽ ഒന്ന് ടാങ്കർ അടിക്കുക. എന്നിട്ട് കച്ചവടക്കാരൻ കാണിച്ചത് ഇതുണ്ടല്ലോ, ഒരു വേനൽക്കാലത്തും പറ്റാത്ത സംസം പറ്റിയാൽ കിണർ പറ്റൂല. പച്ച നുണയും പറഞ്ഞുകൊണ്ട് എത്ര പാവങ്ങളാ പെട്ടെടുക്കണ. ഇത് കൊള്ളലാഭമൊന്നുമില്ല. അലിയാർ ആ കൊടുക്കാനുള്ള 60 കൂട്ടി ഫാത്തിമ റളിയല്ലാഹു തആല എൻ്റെ കുപ്പായം വിറ്റ് 6 റുപ്യ കൂട്ടി 66 റുപ്യ എണ്ണിയാണ്ട് കൊടുത്തു. 66 റുപ്യ കൈ കിട്ടിയപ്പോൾ അലിയാർ ആ 60 റുപ്യ കൊടുക്കാനുള്ള ആളെങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. ഇനി കടം വീട്ടിയല്ലേ വേണ്ടത്, അല്ല ആയിട്ട് പരീക്കുങ്ങല്ലല്ലേ വേണ്ടത്. അത്ര നോക്കിയിട്ടും മദീനന്റെ പ്രാന്ത പ്രദേശങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയിട്ടും ആ മനുഷ്യനെ കാണാനില്ല. അപ്പം നീ 60 റുപ്യ എന്താ കാട്ടണ്ടേ? എന്നാൽ കീല ഹളറത്തി റസൂലില്ലാഹി, അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. അവസാനം ഞാൻ 60 റുപ്യ കൊടുക്കാനുള്ള ആ മനുഷ്യനെ എവിടെ തെരഞ്ഞിട്ടും ആളെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുഞ്ചിരി തൂകി നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അലിയാരോട് പറഞ്ഞു, അലിയേ, ഫാത്തിമാന്റെ കുപ്പായം വിറ്റ് കിട്ടിയിട്ടുള്ള 6 രൂപ കൊണ്ട് നീ ഈത്തപ്പഴം വാങ്ങാൻ കടയിൽ കയറിയപ്പോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വല്ലതും തരുമോ എന്ന് പറഞ്ഞ് നിന്നെ സമീപിച്ചത് അത് വിശക്കുന്ന ഒരു മനുഷ്യനല്ല, സ്വർഗം കാക്കുന്ന മലക്ക് റിളവാനാണ് അലിയേ. അല്ല നിന്നെ പരീക്ഷിക്കാൻ പറഞ്ഞു വിട്ടതാ. ആ 6 രൂപ വ്യക്തിക്ക് കൊടുത്തിട്ട് നീ നിൽക്കുമ്പോ ഒട്ടകത്തിന് വേണോ എന്ന് പറഞ്ഞ് ഒട്ടകവുമായി നിന്നെ സമീപിച്ചവൻ ഒട്ടക വിൽപ്പനക്കാരനല്ല, അത് മഹാനായ മലക്ക് ജിബ്രീലാണ് അലിയേ. 60 രൂപക്ക് ഉണ്ടെങ്കിൽ പൈസ തരാമെന്ന വ്യവസ്ഥയിൽ നീ ഒട്ടകത്തിന് വാങ്ങി തിരിച്ചു വരുമ്പോ ഒട്ടകത്തിന് വിൽക്കുമോ എന്ന് പറഞ്ഞിട്ട് 66 രൂപക്ക് നീ ഒട്ടകം വിറ്റത് മീക്കായിലാണ് അലിയേ. അല്ല നിന്നെ പരീക്ഷിക്കാൻ പറഞ്ഞു വിട്ടതാ, അതിൽ നീ വിജയിച്ചിരിക്കുകയാ. അതുകൊണ്ട് അലിയേ, അന്ത ഫിൽ ജന്ന എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അലിയേ, അതുകൊണ്ട് ആ മനുഷ്യനെ തെരഞ്ഞെടുക്കണ്ട, ഭൂമിയിൽ കാണൂല, അത് മീക്കായിലാണ്, ആ പൈസ എനിക്കുള്ളതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്തവനെ മലക്കുകൾ കൊണ്ട് പൊതിയും, ഉറപ്പാണ്. അതുകൊണ്ടാണ് മുസ്തഫ നബി പറഞ്ഞത്, ഇത്തഖുന്നാറ വലോ ബിശഖി തംറാ, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പെങ്ങന്മാരെ, ഇന്നല്ലെങ്കിൽ നാളെ പോയി കിടക്കുന്ന കബറിന്റെ ഇരുട്ടറയിൽ നിങ്ങളെ മോതിരമില്ല, കമ്മലില്ല, പാദസാരമില്ല, വളയില്ല, അതാ വില കൂടിയ വസ്ത്രങ്ങളില്ല, കേവലമായ തുണിക്കഷ്ണത്തിൽ പൊതിയപ്പെട്ട് മൂക്കിലൽപ്പം പഞ്ഞുമായി നിങ്ങളെ കബറിൽ കൊണ്ടുപോയി തട്ടിയാൽ, പ്രിയപ്പെട്ട പെങ്ങളെ, ഈ കാതുകൊണ്ട് എത്ര ഗൈബത്താണ് കേട്ടത്, ഈ കണ്ണുകൊണ്ട് എത്ര ഹറാമാ കണ്ടത്, ഈ നാക്ക് കൊണ്ട് എത്ര ഗൈബത്താ പറഞ്ഞത്, ഈ കൈകളെ കൊണ്ട് എത്ര റിമോട്ട് പിടിച്ചുകൊണ്ടാ സിനിമ കണ്ടത്, ഈ കൽബ് കൊണ്ട് എത്ര ഹീനമോഹങ്ങളാ ഉണ്ടായത്. പ്രിയപ്പെട്ട പെങ്ങളെ, ഇതുമായി ദോഷങ്ങൾ പൊറുക്കപ്പെടാത്തവരായി നമ്മൾ കബറിൽ ചെന്നാൽ കാതിൽ പുഴുക്കളല്ലേ, മൂക്കിൽ തേളുകളല്ലേ, കയ്യിൽ പുഴുക്കളല്ലേ, വായിൽ പാമ്പുകളല്ലേ. അതുകൊണ്ട് നിങ്ങൾ നിയ്യത്ത് ചെയ്യുക, ഇത്തഖുന്നാറ വലോ ബിശഖി തംറാ, ഒരു കാരക്ക കൊണ്ട്, ഒരു കാരക്കയുടെ ചീളുണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്ന പുന്നാരപ്പൂമാന്റെ ഈ ഹദീസിന് ഒരു സ്വർണമോതിരം കൊണ്ട് സ്വാഗതം ചെയ്യാൻ പറ്റുന്ന പെങ്ങളുണ്ടോ? പെങ്ങള്, ഇന്നല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ കയ്യിന്റെ വിരലിൽ നിന്ന് നാളെ മറ്റുള്ളവർ ഈ സ്വർണമോതിരം ഊരുമ്പോ അത് പിന്നീട് കൂട്ടുകാർക്കാണ്, വീട്ടുകാർക്കാണ്. നിങ്ങൾക്ക് ഈ സ്വർണമോതിരം കിട്ടണമെങ്കിൽ നിങ്ങൾ അള്ളാന്റെ ദീനിന് വേണ്ടി ഊരിക്കോ.
എന്റെ പെങ്ങളെ കെട്ടിക്കാനല്ല ചോദിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ മക്കൾ കുരുന്നുകൾ വന്ന് വിജ്ഞാനം നുകർന്നുകൊണ്ടിരിക്കുന്ന മദ്രസയുടെ വിശാലതയ്ക്ക് വേണ്ടിയാ പല കുട്ടികളും പുറത്തു നിന്ന് ഇൽമ പഠിക്കുന്നത് എന്ന് കേട്ടോ. നമ്മളൊക്കെ മാർബിൾ കൊട്ടാരത്തിൽ സുഖമായി കിടന്നുറങ്ങുമ്പോ അള്ളാന്റെ ഇൽമ പഠിക്കുന്ന മദ്രസ ഒരു ചെറിയ ഹാളിൽ കൊള്ളാത്ത കുട്ടികള് പുറത്ത് 7ാം ക്ലാസ് പുറത്ത് വെച്ചുകൊണ്ട് നടത്തുകയാണെന്ന് പറയുമ്പോ നമുക്ക് ബോധമില്ലേ, നമുക്ക് ചിന്തയില്ലേ? ഇവിടെ വലിയ മുതലാളിമാരൊന്നും ഇല്ല എന്ന് എന്നോട് മമ്മിക്കടക്കം എന്നോട് ഷെയറടക്കം പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ദുനിയാവിൽ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ? ക്യാൻസറിന്റെ ഹരാള കഷ്ടങ്ങളിൽ കിടന്ന് പിടയാൻ പാടില്ല, അറ്റാക്ക് കൊണ്ട് പെട്ടെന്ന് മരിച്ചു പോകാൻ പാടില്ല, റോട്ടിൽ ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന അവസ്ഥയിൽ പെടാൻ പാടില്ല, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവണം, ഗർഭിണികൾക്ക് സുഖപ്രസവം ഉണ്ടാകണം. അതിലെല്ലാം അപ്പുറം മരിച്ചു പോകുമ്പോ സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് പതറാതെ ദിക്റോറൊക്കെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു മരിക്കണോ? കബറാകുന്ന ഏകാന്തതയുടെ തടവറയിൽ കിടക്കുമ്പോ പുഴുക്കള് കയറാതെ, ചീഞ്ചലം എടുക്കാതെ, ലയിച്ച് ജീർണിച്ചു പോകാതെ, പാമ്പ് തേളുകൾ തിന്നാതെ, മണ്ണറയിൽ മണവാട്ടി വിഷമിക്കും പോലെ വിഷമിക്കണോ, മണവാളൻ സുഖിക്കും പോലെ സുഖിക്കണോ എന്ന നെയ്യത്തില് ഈ പാതിരാവിന്റെ ഉള്ളറയില് ഈ വിശുദ്ധമായ മാസത്തില് പവിത്രമായ ഈ സദസ്സില് ഉത്കൃഷ്ടമായ ഈ ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹിനെ തവക്കുലാക്കി അള്ളാഹിന്റെ ദീനിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് തന്ന, അള്ളാഹു നൽകിയിട്ടുള്ള പുണ്യ തന്ന, അള്ളാഹു ഹലാലായ ദുനിയാവ് ഈ ലോകത്ത് വെച്ച് പകരം തരോ, ആഖിറത്തിൽ സ്വർഗീയമായ ഭക്ഷണം നൽകൂ, സ്വർഗീയമായ ആഭരണം നൽകൂ. പഴയ കാലത്തതുപോലെ തഹജ്ജുദ് 100 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു 400 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന മഹാനാ. റാബിയത്തുൽ അദവിയ്യ 100 റക്അത്ത് നിസ്കരിച്ചിരുന്ന മഹദിയാ. എല്ലാ ദിവസങ്ങളിലും ഖുർആൻ ഖത്മ തീർത്ത ഇമാമുന ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ മഹാന്മാർ വേറെയുമുണ്ട്. എല്ലാ ദിവസവും ഖത്മ തീർക്കാൻ നമുക്ക് പറ്റുമോ? ആഴ്ചയിൽ ഖത്മ തീർക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഒരു 10 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? 2 റക്അത്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലാ അല്ലാ. എന്നാൽ നമുക്കും വേണ്ടേ സ്വർഗം മോനെ, നമുക്കും വേണ്ടേ സ്വർഗം മോളെ. നമുക്ക് പറ്റുന്ന ഈ പണി നമ്മൾ അങ്ങ് നിർത്തിവെച്ചാൽ നമ്മളും നരകവും തമ്മിൽ അടുത്താണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ നാട്ടിൽ നിങ്ങളെ മക്കൾ വന്ന് പഠിക്കുന്ന ഈ മദ്രസക്ക് വേണ്ടി ആകാവുന്ന സംഭാവനകൾ ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. പഠിച്ചോനെ, ഞാൻ എൻ്റെ വാള് നിർത്തുകയാണ്. ഞാൻ ചെറിയ പ്രയാസത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയാം. അള്ളാഹു ഇത് മനുഷ്യന്മാരെ ബോധത്തിലേക്ക് കയറ്റി നാളേക്കുള്ള ഒരു ഒരുക്കത്തിന് എല്ലാ സദസ്സുകളിലും ചെയ്യുന്ന സൗകര്യം ഈ സദസ്സിലും ചെയ്തേനെ റബ്ബേ. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഒന്ന് ഉദ്ഘാടനം ചെയ്യും, ഒരു സ്വർണ്ണ മോതിര ഊരിറ്റ് അങ്ങോട്ട് കൊടുത്താക്കി. ഇന്നലെ മിഞ്ഞാന്നൊക്കെ സാസിൽ വെച്ചപ്പോൾ ഒരുപാട് പെങ്ങന്മാർ ആഭരണം ഊരി തന്നു. അള്ളാഹു തആല അവർക്കൊക്കെ ദുനിയാവും